റീഡിംഗ് സ്റ്റോറീസ് എന്ന മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ജോൺ ആലുങ്കൽ എഴുതിയ മരിച്ചിട്ടും മരിക്കാത്തവൾ. കേൾക്കാം. മലനിരകളെ വലം വെച്ച് തേയിലക്കാടുകൾക്കിടയിലൂടെ മെല്ലെ മെല്ലെ ഉയരത്തിലേക്ക് കയറി വന്ന ഹരിദാസൻ എന്ന ബസ് ഒരു പ്രതലത്തിലുള്ള മുക്കവലയിൽ വന്നു നിന്ന് കിതപ്പകറ്റി. കണ്ടക്ടർ ഉച്ചത്തിൽ വിളിച്ചറിയിച്ചു, നരിപ്പാറ കവല സ്ഥിര പരിചയമില്ലാത്ത ഒരാളുണ്ടല്ലോ, ഇവിടെ ഇറങ്ങാം. നരിപ്പാറ. രാത്രി 9 മണി കഴിഞ്ഞിരുന്നു. എന്നിട്ടും ബസ് നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. ഹൈറേഞ്ചിലെ മലമടക്കുകൾക്കിടയിലുള്ള ചെറിയ പട്ടണത്തിലേക്കുള്ള അവസാനത്തെ ബസ്സാണിത്. 3 യാത്രക്കാരുടെ പിന്നാലെ തടിച്ച ഒരു ലെതർ ബാഗ് തൂക്കിപ്പിടിച്ച് സുമുഖനും ആരോഗ്യവാനുമായ ഒരു ചെറുപ്പക്കാരൻ ആളുകൾക്കിടയിലൂടെ നുഴഞ്ഞ് പുറത്തു ചാടി. ആദ്യമിറങ്ങിയ യാത്രക്കാർ മൂവരും ഒരു നിമിഷം പോലും പാഴാക്കാതെ 3 ഭാഗത്തേക്ക് തിടുക്കത്തിൽ നടന്നകന്നു. ബസ് വീണ്ടും യാത്ര തുടർന്നു. യുവാവ് ചുറ്റുവട്ടത്തേക്ക് കണ്ണോടിച്ചു. കവലയുടെ ഒരു ഭാഗത്ത് മാത്രം വഴിവിളക്ക് കത്തുന്നുണ്ട്. ആകാശത്ത് പൂർണ്ണചന്ദ്രൻ മിഴിവോടെ പ്രകാശിച്ചു നിൽക്കുന്നു. പകൽ വെളിച്ചം പോലുണ്ട് നിലാവ്. കവലയിൽ ആകെ കൂടി 4-5 പീടികകൾ. അവയെല്ലാം അടഞ്ഞു കിടക്കുന്നു. അവിടെങ്ങും ഒരു മനുഷ്യൻ പോലുമില്ല. അല്പം അകലെ മാറി ഒരു മാടക്കട കാണാം. അവിടെ വെളിച്ചമുണ്ട്. യുവാവ് മാടക്കടയുടെ നേർക്ക് നടന്നു. കടമയുടെ ഉടമസ്ഥൻ വളരെ പ്രായമുള്ള മനുഷ്യനാണ്. അയാൾ കട അടയ്ക്കാൻ തുടങ്ങുകയാണ്. വൃദ്ധന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, അമ്മാവ, മുത്തൻപാറ എസ്റ്റേറ്റിലേക്ക് എന്ത് ദൂരമുണ്ട്? ഞാൻ അല്പം അകലെ നിന്നാ, ഇവിടെ ആദ്യമായി വരികയാ. ആ മനുഷ്യൻ യുവാവിനെ തെല്ല അത്ഭുതത്തോടെ സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, അകലെ നിന്നാണെന്നും ഇവിടെ ആദ്യമായി വരികയാണെന്നും ചോദ്യം കേട്ടപ്പോഴേ മനസ്സിലായി. അല്ലെങ്കിൽ ആരെങ്കിലും ഈ അസമയത്ത് മുത്തമ്പാറയിലേക്ക് പോകാൻ വഴി ചോദിക്കുമോ? അതെന്താ അങ്ങനെ പറഞ്ഞത്? രാത്രിയല്ലേ കുഞ്ഞെ, സമയം ഒരുപാടായില്ലേ? ഈ രാത്രിയിൽ തന്നെ പോകണമെന്നുണ്ടോ? പോകണമെങ്കിൽ 7 കിലോമീറ്ററോളം കുന്നും മലയും കയറി നടക്കണം. പകലാണെങ്കിൽ ഇടയ്ക്കിടെ ആ ഭാഗത്തേക്ക് പോകുന്ന ജീപ്പുകൾ ഉണ്ടാവും. ഇപ്പോ വണ്ടിയൊന്നും കിട്ടില്ല. 7 കിലോമീറ്റർ ദൂരമോ എന്ന് ചോദിച്ചിട്ട് യുവാവ് ഒരു നിമിഷം എന്തോ ചിന്തിച്ചു നിന്നു. എന്നിട്ട് തുടർന്നു, ഞാൻ നടന്നോളാം. ഇന്ന് തന്നെ എനിക്ക് അവിടെ എത്തേണ്ടതുണ്ട്. മുത്തമ്പാറയിലെ പള്ളിയിൽ പുതുതായി വന്ന ഒരു വല്യമ്മച്ചനുണ്ട്, അദ്ദേഹത്തെ കാണണം. വൃദ്ധൻ ഉപദേശ രൂപേണ പറഞ്ഞു. രാത്രി സമയത്ത് മലങ്കാട്ടിലെ വിജനമായ പാതയിലൂടെ അത്രയും ദൂരം ഒറ്റയ്ക്ക് നടക്കുക, മുത്തൻപാറ എസ്റ്റേറ്റിലെ പള്ളി കണ്ടുപിടിച്ച് അച്ഛനെ കാണുക, ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാ. എത്ര ബുദ്ധിമുട്ടിയാലും എനിക്കിന്ന് തന്നെ വല്യമ്മച്ചനെ കണ്ടേ മതിയാകൂ. വൃദ്ധൻ യുവാവിന്റെ സമീപത്തേക്ക് നീങ്ങി നിന്ന് ശബ്ദം താഴ്ത്തി സൗമ്യഭാവത്തിൽ പറഞ്ഞു, മോനെ, ഉള്ള കാര്യം തുറന്നു പറയാം. മുത്തമ്പാറയിൽ എത്തണമെങ്കിൽ യക്ഷിമല കടന്നു വേണം പോകാൻ. സന്ധ്യ കഴിഞ്ഞ പിന്നെ ആരും അതുവഴി പോകത്തില്ല. അതുകൊണ്ടാ പറയുന്നത്. അറിഞ്ഞുകൊണ്ട് ആപത്തിൽ ചാടുന്നത് എന്തിനാ? പിന്നെ വേറൊരു വഴിയുള്ളത് ആനച്ചാൽ എന്ന സ്ഥലത്തൂടെയാ. അത് വലിയ വളവാ. വഴിയും മോശം. ഇടയ്ക്കൊരു ചപ്പാത്ത് കാക്കണം. വെള്ളം കൂടുതലുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാകും. പോരെങ്കിൽ രാത്രി. യക്ഷിമല വഴി പോയാൽ വഴി എങ്ങനെയുണ്ട്? യുവാവ് ചോദിച്ചു. വഴിക്ക് കുഴപ്പമൊന്നുമില്ല. ജീപ്പ് പോണ വഴിയാ. നേരെ പോയാൽ മുത്തമ്പാറയിലെത്തും. പക്ഷെ കുഞ്ഞ്, അതുവഴി പോകാൻ ഞാൻ പറയത്തില്ല. ആപത്താ. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, പോരെങ്കിൽ വെളുത്തമാവും. മോനൊരു കാര്യം ചെയ്യേ, പരിചയമില്ലാത്ത സ്ഥലമല്ലേ, ഈ രാത്രി കഴിഞ്ഞ് പോയാ മതി. ഇവിടെ ഒരു രാത്രി കഴിയാനുള്ള സൗകര്യം ഞാൻ ചെയ്തു തരാം. ഇവിടെ അടുത്ത് തന്നെയാ എന്റെ വീട്. ഉള്ള സൗകര്യത്തിന് അവിടെ കഴിയാം. യുവാവ് പറഞ്ഞു. അമ്മാവൻ ഇത്രയുമൊക്കെ പറഞ്ഞതിൽ എനിക്ക് വളരെ നന്ദിയും സന്തോഷവും ഉണ്ട്. പക്ഷെ എനിക്ക് പോയേ പറ്റൂ. കണ്ടില്ലേ, പകൽ വെളിച്ചം പോലുണ്ട് ഇന്നത്തെ നിലാവ്. വഴി തെറ്റുമെന്ന പേടി വേണ്ട, എല്ലാം വ്യക്തമായി കാണാം. പിന്നെ ഒരു സംശയം, യക്ഷിമല വഴി പോയാൽ എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ അവിടെ എന്താ പ്രശ്നം? വൃദ്ധൻ അല്പം സ്വരം താഴ്ത്തിയാണ് മറുപടി പറഞ്ഞത്. യക്ഷിമല എന്ന പേര് കേൾക്കുമ്പോ തന്നെ അറിഞ്ഞൂടെ, അവിടെ ഒരുത്തിയുണ്ട്. കെട്ടുകഥയൊന്നുമല്ല, പലരും നേരിൽ കണ്ടിട്ടുണ്ട്, ആപത്തിൽ പെട്ടിട്ടുണ്ട്. രാത്രിയിൽ ആ മലയിൽ പോയവരാരും തിരിച്ചു വന്ന ചരിത്രമില്ല. ഓഹോ, അത്രേ ഉള്ളോ? യുവാവ് ചിരിച്ചു. അമ്മാവ, ഭൂതവും പ്രേതവും യക്ഷിയും ഒന്നും എന്നെ ഒരു ചുക്കും ചെയ്യില്ല. ഭയം എന്താണെന്ന് എനിക്ക് അറിയില്ല. ഏത് ചുടുകാട്ടിലൂടെയും ഏത് സമയത്തും ഞാൻ പോകും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി തന്റെ ഇഷ്ടം പോലെ. ഞാൻ പോകേണ്ട വഴി ഒന്നുകൂടി വിശദമായി പറഞ്ഞു തരാമോ എന്ന് യുവാവ് ചോദിച്ചു.
വൃദ്ധൻ അടുത്തുള്ള ഒരു മൺവഴി കാട്ടിക്കൊടുത്തു. ഈ വഴിയിലൂടെ നേരെ പോയാ മതി. കുന്നും മലയും കയറിറങ്ങി വേണം പോകാൻ. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുന്ന വഴികളിലൂടെ പോകരുത്. ഇടയ്ക്ക് വഴി ചോദിക്കാൻ ആരെയും കിട്ടില്ല. ഉയരമില്ലാത്ത മരങ്ങളും കുറ്റിക്കാടുകളും ഉരുളം പാറകളും നിറഞ്ഞതാണ് യക്ഷിമല. അതുവഴി പോകുമ്പോ ഈശ്വരനാമം മനസ്സിൽ ധ്യാനിച്ചേ നടക്കാവൂ. പിന്നെ വിശേഷിച്ച് എന്തെങ്കിലും കണ്ടാൽ അതിലൊട്ടും തന്നെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് തന്നെ നടന്നോളണം. വളരെ ഉപകാരം. ഇനി ഞാൻ നടക്കട്ടെ? ഒരു കാര്യം കൂടി, വൃദ്ധൻ തുടർന്നു. ഈ വഴി ചെന്ന് ചേർന്നത് മുത്തമ്പാറ എസ്റ്റേറ്റിലാണ്. അവിടെ ചെല്ലുമ്പോ വഴിക്ക് മുകളിൽ ആർച്ച് പോലെ വലിയൊരു ബോർഡ് കാണും. മുത്തമ്പാറ ടീ എസ്റ്റേറ്റ് എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. തേയിലക്കാടുകൾക്കിടയിലൂടെ നേരെ നടക്കണം. ഒരു ഇറക്കം ഇറങ്ങി ചെല്ലുമ്പോ പള്ളി കാണാം. പള്ളിയോട് ചേർന്നുള്ള ചെറിയ കെട്ടിടത്തിലാണ് അച്ഛൻ താമസിക്കുന്നത്. ഇത്രയും ധാരാളം മതി. നന്ദിയുണ്ട് അമ്മാവ. ഇനിയും കാണാം. ധൈര്യശാലിയായ ആ യുവാവ് വൃദ്ധൻ കാണിച്ചു കൊടുത്ത മൺപാതയിലൂടെ കയ്യിൽ തൂക്കി പിടിച്ച ബാഗുമായി നടക്കാൻ തുടങ്ങി. ആകാശം നിറയെ നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നു. അവയ്ക്ക് നടുവിൽ പ്രകാശം ചൊരിഞ്ഞു നിൽക്കുന്ന പൂർണ്ണചന്ദ്രൻ പാതയിലും പരിസരത്തും പാലൊളി പകർന്നുകൊണ്ടിരുന്നു. മുത്തമ്പാറ എസ്റ്റേറ്റ്. രാത്രിയുടെ ഏകാന്തതയിൽ ടേബിൾ ലാമ്പിന്റെ വെളിച്ചത്തിൽ ഡോക്ടർ സേവ്യർ കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായ ഒരു അപൂർവ സംഭവം ഡയറിയിൽ പകർത്തുകയാണ്. മരിച്ചുപോയ തന്റെ പ്രിയ സുഹൃത്തിന്റെ ആത്മാവുമായി ആശയവിനിമയം നടത്തിയ സംഭവം. മരണാനന്തര ജീവിതത്തെപ്പറ്റിയും പ്രേതാത്മാക്കളുടെ പ്രവർത്തനങ്ങളെപ്പറ്റിയും ദീർഘകാലമായി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ ഈ വിഷയത്തിൽ ഒരു ബൃഹത് ഗ്രന്ഥം രചിക്കുവാനുള്ള ശ്രമത്തിലാണിപ്പോ. 2000-ഓളം ഏക്കർ വിസ്തൃതിയിൽ പല മലമടക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്ന തേയിലത്തോട്ടമാണ് മുത്തമ്പാറ. എസ്റ്റേറ്റിലൂടെ ഒഴുകുന്ന കൊല്ലിപ്പുഴയുടെ തീരത്ത് ഒരു പള്ളി, ആശുപത്രി, LP സ്കൂൾ എന്നിവ സ്ഥിതി ചെയ്യുന്നു. 7 വർഷമായി മുത്തമ്പാറയിലെ ആശുപത്രിയിൽ സേവനമനുഷ്ഠിച്ചു വരുന്ന ഡോക്ടറാണ് സേവ്യർ. വോൾ ക്ലോക്ക് 10 പ്രാവശ്യം മണിമുഴക്കി. കുറിപ്പുകൾ തീർന്നപ്പോൾ ഡോക്ടർ ഡയറി മടക്കി വെച്ചു. ഡോർബെൽ ശബ്ദിക്കുന്നത് കേട്ട് ഡോക്ടർ ചെന്ന് വാതിൽ തുറന്നു. വരാന്തയിൽ മന്ദഹാസത്തോടെ നിൽക്കുന്ന ഫാദർ വില്യം. വരൂ ഫാദർ, ഡോക്ടർ സന്തോഷത്തോടെ ക്ഷണിച്ചു. മുറിക്കുള്ളിലേക്ക് കടന്ന് സെറ്റിയിൽ ഇരിക്കുന്നതിനിടയിൽ അച്ഛൻ ചോദിച്ചു, എന്താ ഡോക്ടറെ, വല്ല ജോലി തിരക്കിലുമായിരുന്നോ? ഞാനിപ്പോ വന്നത് ശല്യമായെന്നുണ്ടോ? ചെറുപ്പക്കാരനായ ഫാദർ വില്യം എസ്റ്റേറ്റിലെ പള്ളിയിൽ ചാർജ് എടുത്തിട്ട് ഒരാഴ്ച തികഞ്ഞതേ ഉള്ളൂ. ഹിസ്റ്ററിയിലും ഫിലോസഫിയിലും മാസ്റ്റർ ബിരുദം നേടിയിട്ടുള്ള ആ വൈദികൻ ഏതാനും ദിവസത്തെ പരിചയത്തിനിടയിൽ ഡോക്ടറുടെ നല്ല സുഹൃത്തായി കഴിഞ്ഞിരുന്നു. സ്വതവേയുള്ള മന്ദഹാസത്തോടെ ഡോക്ടർ പറഞ്ഞു, ഒരു ജോലി തീർന്നതേ ഉള്ളൂ. ഇനി വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് അച്ഛന്റെ വരവ്. എങ്കിൽ ഞാനിവിടെ കുറെ നേരം ഇരിക്കാൻ പോവുകയാണ്. മുറിയിൽ വെളിച്ചം കണ്ടപ്പോ ഡോക്ടർ ഉറങ്ങിയിട്ടില്ലെന്ന് മനസ്സിലായി. അപ്പൊ തോന്നി ഇവിടെ വന്നിരുന്ന ഡോക്ടറിൽ നിന്നും രസകരമായ കഥകൾ കേൾക്കാമെന്ന്, പ്രത്യേകിച്ചും പ്രേതാത്മാക്കളെ സംബന്ധിച്ച കഥകൾ. ഡോക്ടർ ഒന്ന് ചിരിച്ചു. എല്ലാവർക്കും പ്രേതകഥകളാണ് കേൾക്കേണ്ടത്. അച്ഛൻ ഇവിടെ വന്നിട്ട് ഒരാഴ്ചയല്ലേ ആയുള്ളൂ. ധാരാളം കഥകൾ കേൾക്കാനുണ്ടാവും. ആവട്ടെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, എങ്ങനെയുണ്ട് ഈ പ്രദേശം? മനോഹരമായ പ്രദേശം. പ്രകൃതിയുടെ മണിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കാം. പക്ഷെ ഈ പ്രദേശത്തെ ചുറ്റിപ്പറ്റി ഞാൻ കേട്ട കഥകളൊക്കെ വിശ്വസിക്കാമോ? എല്ലാം ഭയപ്പെടുത്തുന്ന കഥകൾ. എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? അധികവും അതിശയോക്തിയാണെന്ന് തോന്നുന്നു. പ്രേതാത്മാക്കളെ സംബന്ധിച്ച കഥകളിൽ അധികവും സങ്കല്പമാണല്ലോ, പ്രത്യേകിച്ചും യക്ഷിയും ഭൂതവും ഒക്കെ. പ്രേതാത്മാക്കളെ കുറിച്ച് ബൈബിളിൽ പലയിടത്ത് പറയുന്നുണ്ടല്ലോ. മരണത്തോടെ മനുഷ്യന്റെ ആത്മാവ് നശിക്കുന്നില്ല എന്ന് തന്നെയല്ലേ അച്ഛനും വിശ്വസിക്കുന്നത്? തീർച്ചയായും. എന്റെ അറിവ് ശരിയാണെങ്കിൽ ലോകത്തിലുള്ള സകല മതങ്ങളും ആത്മാവിന് നാശം സംഭവിക്കുന്നില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഭഗവത്ഗീതയുടെ 2-ാം അധ്യായത്തിൽ നിരവധി ക്ലേശങ്ങളിലൂടെയാണ് ആത്മാവിന്റെ അനശ്വരതയെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സമയം പുറത്തെ വരാന്തയിൽ കിടന്ന പട്ടി വളരെ ഉച്ചത്തിൽ മൂങ്ങുവാൻ തുടങ്ങി. പ്രത്യേക തരത്തിലുള്ള ഈണത്തിൽ എന്തോ കണ്ട് ഭയന്ന് നിലവിളിക്കുന്ന രീതിയിലായിരുന്നു അതിന്റെ ശബ്ദം. ഡോക്ടർ വരാന്തയുടെ വശത്തേക്കുള്ള ജാലകം തുറന്ന് വെളിയിലേക്ക് നോക്കി നിന്നു. എന്നിട്ട് ആരോടുമില്ലാതെ മന്ത്രിച്ചു, അവൾ സഞ്ചാരത്തിനിറങ്ങിയാണെന്ന് തോന്നുന്നു. ഓ, ഇന്ന് പൗർണമിയാണല്ലോ. ആരാണ് ഡോക്ടർ സഞ്ചാരത്തിനിറങ്ങിയത്? അച്ഛന്റെ ചോദ്യം. അച്ഛൻ വീണ്ടും എന്തോ ചോദിക്കുവാൻ തുടങ്ങുകയായിരുന്നു. അപ്പോൾ പട്ടി പൂർവാധികം ഉച്ചത്തിൽ നീട്ടി നിലവിളിക്കാൻ തുടങ്ങി. തുടർന്ന് അകലെയുള്ള ലയങ്ങളിലെ നായ്ക്കളും പരിസരത്തിലുള്ള കാടുകളിലെ കുറുക്കന്മാരും ഒന്നിച്ചു ഓരിയിടാൻ തുടങ്ങി. എല്ലാം കൂടി ഭയാനകമായ പശ്ചാത്തലം.
ഡോക്ടർ വേഗത്തിൽ ചെന്ന് അച്ഛന്റെ കരം ഗ്രഹിച്ചുകൊണ്ട് ക്ഷണിച്ചു. വരൂ, അല്പനേരം നമുക്ക് ഇവിടെ നിൽക്കാം, ഒരു കാഴ്ച കാണാം. ഇരുവരും ജനാലയിലൂടെ വെളിയിലേക്ക് നോക്കി നിന്നു. പെട്ടെന്ന് പള്ളിയുടെ പുരോഭാഗത്തുള്ള പൂന്തോട്ടത്തിൽ പൊടിപടലങ്ങൾ ഉയർത്തിക്കൊണ്ട് ചുഴലിക്കാറ്റ് വീശുവാൻ തുടങ്ങി. ഇവിടെ ഇത്തരം ചുഴലിക്കാറ്റ് ഉണ്ടാകാറുള്ളതാണോ? പ്രത്യേകിച്ചും രാത്രിയിൽ ഇത്തരം കാറ്റ് അസാധാരണമാണല്ലോ, അച്ഛൻ പറഞ്ഞു. ഇതൊരു പ്രേതസഞ്ചാരമാണെന്ന് പറഞ്ഞാൽ അച്ഛൻ വിശ്വസിക്കുമോ? പ്രേതസഞ്ചാരമോ? അതെ, വെള്ളിയാഴ്ചകളിലും വാവു ദിവസങ്ങളിലും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് വെളുത്ത വാവാണ്. ആദ്യകാലങ്ങളിൽ ഇതൊക്കെ വെറും കെട്ടുകഥയോ അന്ധവിശ്വാസമോ ആണെന്നാണ് ഞാനും കരുതിയിരുന്നത്. പക്ഷെ ഏറെ നാളത്തെ അനുഭവങ്ങളിലൂടെ ഞാൻ ഇതൊക്കെ വിശ്വസിക്കുകയാണ്. ഉവ്വോ, അച്ഛൻ ഡോക്ടറുടെ കൈ തട്ടി മാറ്റിയിട്ട് മുറിയുടെ വാതിൽക്കൽ ചെന്ന് അതിന്റെ ഓടാമ്പൽ മാറ്റുന്നതിനിടയിൽ പറഞ്ഞു. അത് പ്രേതസഞ്ചാരമാണെങ്കിൽ ഞാൻ പ്രേതത്തെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം. തന്നെയുമല്ല, അത്യുഷ്ണമുള്ള ഈ സമയത്ത് ചുഴലിക്കാറ്റിന്റെ തണുപ്പും കിട്ടുമല്ലോ. അരുത്, ഇപ്പൊ പോകരുത്. തേച്ചു വിളിക്കുവാനായി അടുത്തു ചെന്നപ്പോഴേക്കും അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. ടീപ്പോയിന്മേൽ ഒരു കത്തി കിടപ്പുണ്ടായിരുന്നു. സേവ്യർ പെട്ടെന്ന് ആ കത്തിയെടുത്ത് അച്ഛൻ പോയ മാർഗത്തിലൂടെ പുറത്തേക്ക് നടന്നു. പൂത്ത നിലാവിൽ എല്ലാം വ്യക്തമായി കാണാം. ഫാദർ വില്യം യാതൊരു കൂസലുമില്ലാതെ പൂന്തോട്ടത്തിലെ ചെടികളെ ഒളിച്ചുകൊണ്ടിരുന്ന ചുഴലിക്കാറ്റിനുള്ളിലേക്ക് കടന്നു ചെന്നു. അത്ഭുതം എന്നേ പറയണ്ടു. ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞു. അത് സാവകാശം നീങ്ങി പൂന്തോട്ടത്തിനപ്പുറം കിടന്ന് മരങ്ങളെയും വല്ലികളെയും ഇളക്കിക്കൊണ്ട് അകലേക്ക് മാറിപ്പോയി. സർവത്ര നിശബ്ദത, നിശ്ചലത. പട്ടിയുടെ വായ്ത്താരി പൊടുന്നനവെ നിലയ്ക്കുകയും ചെയ്തു. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ തിരിച്ചു വന്ന് വരാന്തയിൽ കയറിയ അച്ഛൻ സ്തബ്ധനായി നിൽക്കുന്ന സേവ്യറോട് പറഞ്ഞു. ഇത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റല്ല ഡോക്ടറെ, ഇതിലെന്തോ രഹസ്യമുണ്ട്. എനിക്ക് വിസ്മയം തോന്നുന്നു. ഉടനെ ഡോക്ടർ പറഞ്ഞു. ആ ചുഴലിക്കാറ്റിന്റെ വലയത്തിനുള്ളിൽ കിടന്ന അച്ഛൻ പോയതുപോലെ തിരിച്ചെത്തിയതിൽ എനിക്കും വിസ്മയം തോന്നുന്നു. ഒരു പക്ഷേ ഈ പുരോഹിതനെ കണ്ടപ്പോൾ ബഹുമാനം കൊണ്ട് മാറിപ്പോയതായിരിക്കും എന്ന് അച്ഛൻ തമാശ മട്ടിൽ പറഞ്ഞു. ആകട്ടെ, യക്ഷിമലയിലെ പുള്ളിക്കാരി തന്നെയാണോ ഇതിന്റെ പിന്നിൽ? അടുത്ത ചോദ്യം. സംശയം എന്ത്? എത്ര കാലമായി ഞങ്ങൾ ഇത് കാണുന്നു? ആകാശത്തിലൂടെ രാത്രിയിൽ പറക്കുന്ന തീപക്ഷിയെ പറ്റി ആരോ പറഞ്ഞു കേട്ടു. അതിൽ വല്ല വാസ്തവമുണ്ടോ? ഡോക്ടർ പറഞ്ഞു. യക്ഷിമലയിൽ നിന്ന് തീക്കട്ട പോലുള്ള എന്തോ ഒന്ന് ആകാശത്തിലൂടെ സഞ്ചരിച്ച് എതിർഭാഗത്തുള്ള തോണിമലയിൽ ചെന്നു ചേരുന്നത് കാണാറുണ്ട്. അതിനാണ് ഇവിടെയുള്ള ആളുകൾ തീപക്ഷിയുടെ സഞ്ചാരം എന്ന് പറയുന്നത്. ആ സമയത്തും നായ്ക്കൾ ഒന്നിച്ച് ഊരിയിടാറുണ്ട്. കാണാൻ നല്ല രസമായിരിക്കും അല്ലേ? അച്ഛന്റെ സംശയം തീർന്നില്ല. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു. യക്ഷിമലയിൽ വളരെ പഴക്കമുള്ള ഒരു ദേവാലയമുണ്ടെന്ന് കേട്ടു, ശരിയാണോ? ശരിയാണ്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദേവാലയം. ഇപ്പോ ആകെ തകർന്ന നിലയിലാണ്. പള്ളിയുടെ സമീപത്ത് തന്നെ ഒരു സെമിത്തേരിയും ഉണ്ട്. അവിടെ പ്രാചീന രീതിയിലുള്ള ചില ഖബറുകളുടെ അവശിഷ്ടങ്ങളും കാണാം. ഒരിക്കൽ നമുക്ക് അവിടെ പോകണം ഡോക്ടർ. പെട്ടെന്ന് ഫോൺ ബെൽ ശബ്ദിച്ചു. സേവ്യർ ഫോൺ എടുത്തു. നെല്ലിത്താന എസ്റ്റേറ്റിന്റെ ഉടമസ്ഥൻ വിൽസൺ ഡാനിയലാണ് വിളിച്ചത്. മുത്തമ്പാറ പള്ളിയിൽ പുതുതായി വന്ന അച്ഛനോട് അത്യാവശ്യമായ ഒരു കാര്യം ഇപ്പൊ തന്നെ പറയണം. എന്റെ മകൻ വാചകം പൂർത്തിയാക്കും മുമ്പേ ഡോക്ടർ പറഞ്ഞു. സുഹൃത്തെ, അച്ഛൻ എന്റെ അടുത്ത് തന്നെ ഉണ്ട്, നേരിട്ട് സംസാരിച്ചോളൂ. ഫോണിലൂടെ വരുന്ന ശബ്ദം ഫാദർ വില്യം ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരുന്നു. അച്ചോ, തമ്മിൽ പരിചയപ്പെടാൻ സാധിച്ചില്ല. ഞാൻ വിൽസൺ ഡാനിയൽ, നെല്ലിത്താന എസ്റ്റേറ്റിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ മകൻ ഏറെ നാളായി സുഖമില്ലാത്ത കിടപ്പിലാണ്. ഇപ്പോ രോഗം വളരെ മൂർച്ഛിച്ചിരിക്കുന്നു. അച്ഛൻ ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിച്ചാൽ, തൈലാഭിഷേകം നടത്തിയാൽ വളരെ ഉപകാരമായി. വരാം, ഞാൻ വരാം. പക്ഷെ ഈ രാത്രിയിൽ? അച്ഛൻ സംശയത്തോട് ചോദിച്ചു. ഞാൻ ഉടനെ ജീപ്പ് അയക്കാം. എങ്കിൽ ജീപ്പ് അയച്ചോളൂ, ഞാൻ ഒരുങ്ങി നിൽക്കാം. ഫോൺ വെച്ചിട്ട് ഫാദർ വില്യം ഡോക്ടറുടെ നേരെ നോക്കി. വിൽസൺ ഡാനിയലിന്റെ മകൻ അത്യാസന്ന നിലയിലാണ്. ഞാൻ ഉടനെ ചെല്ലണമെന്ന് പറഞ്ഞു. ഉടനെ ജീപ്പ് വരും. ആ കുട്ടി കുറെ കാലമായി കിടപ്പിലായിട്ട് മെഡിക്കൽ കോളേജിലെ ചികിത്സയിലായിരുന്നു. ജീപ്പ് എത്തുമ്പോഴേക്കും ഞാൻ പോയി ഒരുങ്ങി നിൽക്കട്ടെ? മുറിക്ക് വെളിയിലേക്ക് ഇറങ്ങിയ അച്ഛൻ തുടർന്ന് ചോദിച്ചു. നെല്ലിത്താനത്തേക്ക് എന്ത് ദൂരം വരും? കൂടിയാൽ 4 കിലോമീറ്റർ. ഞാനും കൂട്ടത്തിൽ വരാച്ചോ? എങ്കിൽ എനിക്കൊരു കൂട്ടായി. വേഗം റെഡിയായിക്കോളൂ. അച്ഛൻ നടന്നു കഴിഞ്ഞു. സമയം 11:30. എതിരെയുള്ള മലയുടെ അടിവാരത്ത് നിന്ന് ജീപ്പിന്റെ പ്രകാശമുള്ള കണ്ണുകൾ അടുത്തടുത്ത് വന്നു. ജീപ്പിൽ ഡ്രൈവറോടൊപ്പം എസ്റ്റേറ്റിലെ സൂപ്രണ്ടും ഉണ്ടായിരുന്നു. മെല്ലിച്ച ഒരു മധ്യവയസ്കൻ. പിതാവേ, കാത്തുകൊള്ളണമേ എന്ന് പതിവ് പ്രാർത്ഥനയോടെ അച്ഛൻ ജീപ്പിന്റെ മുൻസീറ്റിലിരുന്നു.
തൊട്ടടുത്ത് ഡോക്ടർ സേവ്യറും. ഉറങ്ങിക്കിടക്കുന്ന തേയിലക്കാടുകൾക്ക് നിദ്രാഭംഗം വരുത്തിക്കൊണ്ട് ജീപ്പ് അതിവേഗം പായുകയാണ്. 20 വയസ്സിലധികം പ്രായമില്ല ഡ്രൈവർക്ക്. കുറെ ദൂരം ചെന്നപ്പോൾ ഡോക്ടർ ഡ്രൈവറോട് ചോദിച്ചു, നിങ്ങൾ ചപ്പാത്ത് വഴിയാണോ പോകുന്നത്? യക്ഷിമലയിലൂടെ പോയാൽ പറഞ്ഞ നേരം കൊണ്ട് നെല്ലിമലയിൽ ചെല്ലാമല്ലോ. ഡ്രൈവർ ശാന്തസ്വരത്തിൽ മറുപടി കൊടുത്തു. ഇപ്പോ മണി 12 ആകാൻ പോകുന്നു. ഭാഗ്യപരീക്ഷണത്തിനൊന്നും ഞാനില്ല ഡോക്ടർ. വിൽസൺ ഡാനിയലിന്റെ വസതിയിൽ എത്തിയ ഉടനെ ഡോക്ടർ സേവ്യർ രോഗാതുരനായി ശയിക്കുന്ന ബാല്യന്റെ നാഡി പരിശോധിച്ചു. കുറെ സമയത്തെ നിരീക്ഷണത്തിന് ശേഷം ബാലന്റെ അച്ഛനോട് രഹസ്യമായി പറഞ്ഞു, പ്രേ ടു ഗോഡ്. ഇനി അത് മാത്രം. ബാലന്റെ ശിരസിൽ കൈവച്ചുകൊണ്ട് ഫാദർ വില്യം വളരെ നേരം പ്രാർത്ഥിച്ചു. തുടർന്ന് രോഗികൾക്കുള്ള തൈലാഭിഷേകം എന്ന കർമ്മവും നടത്തി. ഒരു കൊച്ചു ചെപ്പിനുള്ളിൽ കരുതിക്കൊണ്ടുവന്ന കുർബാന അപ്പം കുട്ടിയുടെ വായിൽ വെച്ചു കൊടുത്തു. അബോധാവസ്ഥയിലാണെങ്കിലും അവൻ അത് ഉള്ളിലേക്ക് ഇറക്കി. അപ്പോൾ ബാലന്റെ ശരീരമാകെ വല്ലാതെ വിറയ്ക്കുന്നതും പുളയുന്നതും എല്ലാവരും ശ്രദ്ധിച്ചു. വീട്ടുകാരെ ആശ്വസിപ്പിച്ച ശേഷം ഡോക്ടറും അച്ഛനും തിരിച്ചു പോകാനായി ജീപ്പിൽ കയറി. ജീപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡ്രൈവറോടായി ഡോക്ടർ ചോദിച്ചു, നമ്മൾ തിരിച്ചു പോകുന്നത് യക്ഷിമല വഴിയായാലെന്താ? പിൻസീറ്റിലിരുന്ന ടീ മേക്കർ പരിഭ്രമത്തോടെ ചോദിച്ചു. അത് വേണോ ഡോക്ടറെ? അറിഞ്ഞുകൊണ്ട് എന്തിനാ അനർത്ഥം വരുത്തിവെക്കുന്നത്? എന്തനർത്ഥം? ഫാദർ വില്യം ചോദിച്ചു. നമ്മൾ 4 ആണുങ്ങളില്ലേ ഈ വണ്ടിയിൽ? അതുവഴി പോയാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാമല്ലോ. ഉടനെ ഡ്രൈവർ പറഞ്ഞു, നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ ഞാൻ തയ്യാർ. അച്ഛന്റെ ആഗ്രഹം നടക്കട്ടെ. ഏത് നരകത്തിൽ കൂടി വേണമെങ്കിലും ഞാൻ പോകാം. വലിയ എരമ്പലോടെ ജീപ്പ് മലമ്പാതയിലൂടെ മുന്നേറിക്കൊണ്ടിരുന്നു. ഇരുവശങ്ങളിലും അത്യഗാധമായ കൊക്കകൾ, ഇടയ്ക്കിടെ പാറക്കെട്ടുകൾ, താഴ്വരകളിൽ ഇടതൂർന്നു നിൽക്കുന്ന തേയിലച്ചെടികൾ. യാത്രക്കിടയിൽ അച്ഛൻ ഡോക്ടറോട് ചോദിച്ചു, നമ്മൾ കണ്ട കുട്ടിക്ക് എന്തായിരുന്നു അസുഖം? ഞാൻ ആ കുട്ടിയെ പറ്റി അച്ഛനോട് പറയാനിരിക്കുകയായിരുന്നു. 3 വർഷമായി അവൻ ഒരേ കിടപ്പിൽ കിടക്കുകയാണ്. അതിന്റെ പിന്നിൽ ഒരു വലിയ സംഭവമുണ്ട്. ഡോക്ടർ ആ സംഭവം വിവരിച്ചു തുടങ്ങി. അവൻ പഠിക്കാൻ അതിസമർത്ഥനായിരുന്നു. കാഴ്ചയിൽ സുന്ദരനും ആരോഗ്യവാനുമായിരുന്നു. ഒരു രാത്രിയിൽ അവൻ വളരെ നേരം മുറിയിലിരുന്ന് പഠിച്ചു. വീട്ടിലുള്ളവരെല്ലാം അപ്പോ ഗാഠനിദ്രയിലായിരുന്നു. എന്തോ ആവശ്യത്തിന് ഈ കുട്ടി വീടിന് വെളിയിലിറങ്ങി. എന്തിനിറങ്ങി എന്ന് ആർക്കും അറിയില്ല. കുറെ നേരം കഴിഞ്ഞ് യാദൃശ്ചികമായി ഉണർന്ന അമ്മ കുട്ടിയുടെ മുറിയിൽ വെളിച്ചം കണ്ടു. വന്നു നോക്കുമ്പോ മകൻ മുറിയിലില്ല. വിളിച്ചിട്ട് വിളി കേൾക്കുന്നുമില്ല. വേഗം അച്ഛനെ വിളിച്ചുണർത്തി. ഇരുവരും പുറത്തിറങ്ങി ലൈറ്റ് തെളിച്ചു നോക്കുമ്പോ മുറ്റത്തിന്റെ അതിരിനപ്പുറം ഒരു മാവിന്റെ ചോട്ടിൽ ബോധമില്ലാതെ വിറങ്ങലിച്ചു കിടക്കുന്ന കുട്ടിയാണ് കണ്ടത്. അവന്റെ ശരീരം ഐസ് പോലെ തണുത്തിരുന്നു. അവർ കുട്ടിയുടെ അടുത്ത് ചെന്ന സമയത്ത് വെളുത്ത വസ്ത്രം ധരിച്ച ഒരു രൂപം ഇരുളിലൂടെ ഒഴുകി മറയുന്നതായി തോന്നിയത്രേ. കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നില്ല. അവനെ ആദ്യം ചികിത്സിച്ചത് ഞാനാണ്. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി പലയിടത്തും കൊണ്ടുപോയി. ഒരു ഫലവും ഉണ്ടായില്ല. ഇനി അവൻ കടന്നു പോകുന്നെങ്കിൽ അതാണ് നല്ലത്. ഇതുപോലെ എത്ര എത്ര സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത്. പിന്നിലിരിക്കുന്ന ടീ മേക്കർ കൂട്ടിച്ചേർത്തു. ആരോഗ്യമുള്ള പിള്ളേരെയും ചെറുപ്പക്കാരെയുമാ അവൾക്ക് വേണ്ടത്. കുത്തനെയുള്ള ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുമ്പോ ഡോക്ടർ പറഞ്ഞു, അച്ചോ, ഇതാണ് സാക്ഷാൽ യക്ഷിമല. ഈ മലയുടെ മുകളിലാണ് ആ പഴയ പള്ളിയുള്ളത്. ഓ, ഈ വനപ്രദേശത്ത് ഇത്രയും ഉയരമുള്ള ഈ മലമുകളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പള്ളി ഉണ്ടായതെങ്ങനെ? ഇതെന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഉത്തരം കിട്ടാത്ത ചോദ്യമാണിത്. ഇതേപ്പറ്റി വിശദമായൊരു അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ഫാദർ വില്യം കൗതുകത്തോടെ ഇരുവശത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. നിലാവിന്റെ പാലൊളിയിൽ കുറ്റിക്കാടുകളും കരിമ്പാറകളും നിറഞ്ഞ ആ പ്രദേശമാകെ കറുപ്പും വെളുപ്പും കലർന്ന നിഴൽചിത്രങ്ങൾ തെളിഞ്ഞു നിന്നിരുന്നു. ജീപ്പിന്റെ ശക്തിയേറിയ ലൈറ്റിൽ വളരെ അകലെയുള്ള കാഴ്ചകൾ പോലും വ്യക്തമായി കാണാമായിരുന്നു. ജീപ്പ് ഒരു വളവ് തിരിഞ്ഞ് കയറി വരികയാണ്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല. അത്രയും വേഗത്തിൽ. ഡ്രൈവർ സഡൻ ബ്രേക്കിട്ട് ജീപ്പ് നിർത്തി. വലതുവശത്തെ ഇടവഴിയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഓടിക്കിതച്ച് മുമ്പോട്ട് വന്ന് ഒരു കൈ ഉയർത്തി ജീപ്പിന്റെ മുമ്പിൽ നിന്നു. അയാളുടെ ഇടതു കൈയിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. കാഴ്ചയിൽ അയാൾ ഒരു ഭ്രാന്തനെ പോലെ തോന്നിച്ചു. അയാളുടെ പിന്നാലെ 2 കറുത്ത പട്ടികൾ ശരം പോലെ പാഞ്ഞു വന്നു. അവയെ കണ്ട കറുത്ത കൂറ്റൻ ചെന്നായ്ക്കളാണെന്നേ തോന്നു. ലൈറ്റിന്റെ തീക്ഷ്ണമായ പ്രകാശമേറ്റ മാത്രയിൽ അവ പിന്തിരിഞ്ഞ് ഓടി മറഞ്ഞു. ഒരു നിമിഷം ശക്തിയായി കിതച്ചുകൊണ്ട് നിന്ന യുവാവ് പെട്ടെന്ന് മറിഞ്ഞ് വഴിയിൽ വീണു. വേഗം വരൂ. അച്ഛൻ ഡോക്ടറുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. പിൻസീറ്റിലിരുന്ന ടീ മേക്കർ വിറയലോടെ പറഞ്ഞു,
സൂക്ഷിക്കണം ഡോക്ടർ സർ, വല്ല മായാജാലവുമാണെങ്കിൽ. അയാളുടെ വാക്കുകൾ ശ്രദ്ധിക്കാതെ ഇരുവരും യുവാവിന്റെ അടുത്ത് ചെന്നു. തൊട്ടു പിന്നാലെ ഡ്രൈവറും എത്തി. യുവാവ് ബോധരഹിതനായി കഴിഞ്ഞിരുന്നു. എങ്കിലും അയാളുടെ കിതപ്പും ഹൃദയത്തിന്റെ സ്പന്ദനവും നിലച്ചിരുന്നില്ല. അയാളുടെ കൈവശമുണ്ടായിരുന്ന ബാഗ് അല്പം മാറിക്കിടന്നിരുന്നു. മൂവരും ചേർന്ന് യുവാവിനെ പൊക്കിയെടുത്ത് ജീപ്പിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് കിടത്തി. ബാഗ് അയാളുടെ സമീപത്ത് തന്നെ വെച്ചു. യുവാവ് ചുണ്ടനക്കി എന്തോ പറയുവാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം പുറത്തു വന്നില്ല. ഈ സമയം ടീമേക്കർ ജീപ്പിനുള്ളിൽ തന്നെ ഇരുന്ന് കുരിശ് വരയ്ക്കുകയും പ്രാർത്ഥനാ മന്ത്രം ഉരുവിടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അയാൾ മണം പിടിക്കുന്ന രീതിയിൽ 3-4 പ്രാവശ്യം ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത് കണ്ട് ഡോക്ടർ ചോദിച്ചു, അച്ഛന് വല്ല ഗന്ധവും അനുഭവപ്പെടുന്നുണ്ടോ? ഉവ്. ഫാദർ വില്യം യുവാവിന്റെ ഷർട്ട് മണത്തു നോക്കിയിട്ട് പറഞ്ഞു. അത്തറിന്റെ മണമാണ്, ശവത്തിൽ പൂശുന്ന വില കൂടിയ അത്തറിന്റെ മണം. ഇത്രയും കേട്ട മാത്രയിൽ ടീമേക്കർ ഞെട്ടി വരച്ചുകൊണ്ട് വിലാപസ്വരത്തിൽ പറഞ്ഞു, ശരിയാ, കുറെ നേരമായി എനിക്കും തോന്നിയതാ, ശവത്തിൽ പൂശുന്ന അത്തറിന്റെ ഗന്ധം തന്നെയാ. പെട്ടെന്ന് ചുറ്റുവട്ടത്തുള്ള വള്ളിച്ചെടികളുടെയും മരത്തലപ്പുകളുടെയും ഞെരിച്ചൊടിച്ചുകൊണ്ട് ഒരു ചുഴലിക്കാറ്റ് വീശാൻ തുടങ്ങി. അച്ഛൻ അത്ഭുതഭാവത്തോടെ അത് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ഡോക്ടർ വിളിച്ചു പറഞ്ഞു, വേഗം ജീപ്പ് വിട്ടോളൂ, ഇനി ഇവിടെ നിൽക്കണ്ട. ജീപ്പ് ആ ചുഴലിക്കാറ്റിനിടയിലൂടെ ഇരമ്പിപ്പാഞ്ഞു. ഫാദർ വില്യമിന്റെ മുറിയിലേക്കാണ് അവശനായ ആ യുവാവിനെ കൊണ്ടുവന്നത്. ബോധരഹിതനായി കിടക്കുന്ന ഈ യുവാവ് ആരായിരിക്കും? ഇയാൾ എങ്ങനെയാണ് അർദ്ധരാത്രി സമയത്ത് യക്ഷിമലയിൽ എത്തിയത്? എന്താണ് ഇയാൾക്ക് സംഭവിച്ചത്? ആളെ തിരിച്ചറിയാൻ എന്താണ് ഒരു മാർഗം? അങ്ങനെ മനസ്സിലുയർന്ന നിരവധി ചോദ്യങ്ങളോടെ ഡോക്ടറും ഫാദർ വില്യമും ആ യുവാവിന്റെ പോക്കറ്റിൽ കിടന്ന ചില കടലാസുകൾ പരിശോധിച്ചു. കുറെ ബസ് ടിക്കറ്റുകളും 14 രൂപയും ഏതാനും നാണയത്തുട്ടുകളും മടക്കി വെച്ച ഒരു കവർ മാത്രമാണ് പോക്കറ്റിൽ ഉണ്ടായിരുന്നത്. കവർ എടുത്തു നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. ഫാദർ വില്യമിന്റെ മേൽവിലാസത്തിലുള്ള കത്തായിരുന്നു അത്. ഉത്കണ്ഠയോടെ കവർ തുറന്ന് അതിനുള്ളിലുള്ള കത്തെടുത്ത് വായിച്ചു. താലിമല എസ്റ്റേറ്റ് നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ എത്തുന്ന ജെയിംസ് എന്ന യുവാവിന് വേണ്ടി ശുപാർശ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാലത്തറ അച്ഛൻ എഴുതിയ കത്തായിരുന്നു അത്. ഫാദർ ആ കത്ത് ഡോക്ടറെ കാണിച്ച ശേഷം തന്റെ പോക്കറ്റിലിട്ടു. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞാണ് അബോധാവസ്ഥയിൽ കിടന്നിരുന്ന യുവാവ് കണ്ണു തുറന്നത്. ഡോക്ടർ സേവ്യറുടെ മരുന്നുകളും പരിചരണവുമാണ് അയാളെ ആ സമയത്തെങ്കിലും ഉണർത്തിയത്. ദീർഘനിദ്രയിൽ നിന്ന് ഉണർന്നവനെ പോലെ മിഴികൾ തുറന്ന യുവാവ് തന്റെ മുമ്പിൽ അപരിചിത മുഖങ്ങൾ കണ്ട് പരിഭ്രമിച്ചു. ഡോക്ടർ മന്ദസ്മിതത്തോടെ പറഞ്ഞു, പരിഭ്രമിക്കേണ്ട, ഞങ്ങൾ നിങ്ങളുടെ സ്നേഹിതരും ബന്ധുക്കളുമാണെന്ന് കരുതിക്കോളൂ. അല്പം ചായ തരട്ടെ? മറുപടി ഒന്നും പറയാതെ അയാൾ ചുറ്റും മിഴിച്ചു നോക്കി. എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചപ്പോ സേവ്യർ സഹായിച്ചു. അച്ഛന്റെ ഭൃത്യൻ തോമ ഒരു കപ്പിൽ ചായയുമായി വന്നു. യുവാവ് ആ ചായ വാങ്ങി ആർത്തിയോടെ കുടിച്ചു. ഏതാനും നിമിഷം കഴിഞ്ഞ് ചോദിച്ചു, നിങ്ങൾക്ക് ആരാ? പറയാം. ഒരു ജീപ്പിന്റെ മുമ്പിലേക്ക് നിങ്ങൾ ഓടിയെത്തിയത് ഓർക്കുന്നുണ്ടോ? ഉവ്, ഒരു ജീപ്പിന്റെ മുമ്പിലേക്കാണ് ഞങ്ങൾ ഓടിയെത്തിയത്. ആ ജീപ്പിൽ ഉണ്ടായിരുന്നവരാണ് ഞങ്ങൾ, തക്ക സമയത്ത് നിങ്ങളെ സഹായിച്ചവർ. ഓഹോ, അപ്പോൾ അവളെ, ആ പിശാചിനെ നിങ്ങൾ എന്തു ചെയ്തു? ഏത് പിശാചിനെ? അച്ഛൻ ചോദിച്ചു. എന്നെ ഉപദ്രവിക്കാൻ, എന്നെ കൊല്ലാൻ വന്നവളെ. അവൾ മനുഷ്യ സ്ത്രീയല്ല, പിശാചിനെയാണ്, സാക്ഷാൽ യക്ഷി. ഇത് പറയുമ്പോൾ അയാൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ അയാളെ സാന്ത്വനപ്പെടുത്തി. സ്നേഹിത, നിങ്ങൾ അല്പം കൂടി വിശ്രമിക്കൂ, നമുക്ക് പിന്നീട് കൂടുതൽ സംസാരിക്കാം. ഇല്ല, നിങ്ങൾ അത് അറിയണം, എത്രയും വേഗം അറിയണം. എന്തോ ചിന്തിക്കും വിധം അയാൾ അല്പനേരം കണ്ണുകൂട്ടിയിരുന്നു. വീണ്ടും കണ്ണു തുറന്ന് എന്തോ തിരയുന്ന മട്ടിൽ ചുറ്റും നോക്കുവാൻ തുടങ്ങി. ഒടുവിൽ സ്വന്തം പോക്കറ്റിലേക്കായി നോട്ടം. അച്ഛൻ ചോദിച്ചു, എന്താണ് തിരയുന്നത്? എന്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു, പോക്കറ്റിൽ ഒരു കത്തും. അതെല്ലാം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ ബാഗ് ഇവിടെ തന്നെയുണ്ട്. പിന്നെ എഴുത്ത്, അത് ഞാൻ തുറന്നു വായിച്ചു. കാരണം അതിന്റെ മേൽവിലാസക്കാരൻ ഞാൻ തന്നെയാണ്. അയാൾ ആദരവോടെ കൈകൂപ്പി. അപ്പോൾ അങ്ങ് തന്നെയോ ഫാദർ വില്യം? തന്നെ. നിങ്ങൾ കണ്ട ആ ജീപ്പിൽ ഞാനും ഈ ഡോക്ടറും ഉണ്ടായിരുന്നു. ഭാഗ്യം, മഹാഭാഗ്യം എന്ന് പറയൂ. ആരെ കാണാൻ നിങ്ങൾ വന്നുവോ ആ മനുഷ്യൻ മാർഗമധ്യേ ഒരു മഹാവിപത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചു. അതും തികച്ചും യാദൃശ്ചികമായി. നിങ്ങളുടെ അടുത്തേക്ക് ദൈവം ഞങ്ങളെ പറഞ്ഞയക്കുകയായിരുന്നു. ആദ്യം ദൈവത്തോട് നന്ദി പറയൂ. ഞാൻ ദൈവത്തെ ആരാധിക്കുന്നവനാണ്, എനിക്ക് ഒരിടത്തും ദോഷം ഭവിക്കില്ല, ഡോക്ടർ പറഞ്ഞു. എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ആ ജീർണിച്ച ദേവാലയത്തിന്റെ പരിസരത്ത് അസമയത്ത് ചെന്നുപെട്ടവരിൽ ആദ്യമായി രക്ഷപ്പെട്ട വ്യക്തിയാണ് നിങ്ങൾ. ഉവ്വോ. യുവാവ് തെല്ലുനേരം വിസ്മയഭരിതനായി രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കിയിരുന്നു. അയാളെ ചില ഓർമ്മകൾ ഞെട്ടിപ്പിക്കുന്നതായി തോന്നി. ഒടുവിൽ ഒരു ദീർഘനിശ്വാസത്തോടെ ഇത്രയും പറഞ്ഞു,
ഓർക്കുമ്പോൾ ഭയം തോന്നുന്നു. എല്ലാം വിശദമായൊന്ന് പറയണമെന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കുവാൻ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്കത് കേൾക്കണം. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ പറയാം. അതിനു മുമ്പായി എനിക്കൊരു ഗ്ലാസ് ചായ കുടിക്കണം. തോമ വീണ്ടും ചായയുമായി വന്നു. യുവാവ് ചായ കുടിച്ചുകൊണ്ടിരിക്കെ അച്ഛൻ മുഖവുരയായി ഇത്രയും പറഞ്ഞു: നിങ്ങളുടെ പേര് ജെയിംസ്, വീട് തിരുവല്ലായിൽ, ബികോം പാസ്സായി. പാലത്തറ അച്ഛൻ ഫാദർ വില്യമിന് എഴുതിയ ശുപാർശ കത്തുമായി വന്നതാണ്. കാഞ്ഞിമല എസ്റ്റേറ്റിന്റെ ഉടമസ്ഥൻ സിറേക്കിന്റെ അടുത്ത് നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ലഭിച്ച കത്തിൽ നിന്ന് വ്യക്തമായി. ഇനി ആ പാതിരാ നേരത്ത് യക്ഷിമലയിൽ വന്നു ചേരാനുള്ള കാരണവും ഞങ്ങളെ കണ്ടുമുട്ടുന്നതിനു മുമ്പുണ്ടായ സംഗതികളും മാത്രം വിവരിച്ചാൽ മതിയാകും. ജെയിംസ് എന്നു പേരുള്ള ആ ചെറുപ്പക്കാരൻ കഴിഞ്ഞ രാത്രിയിൽ തനിക്കുണ്ടായ അനുഭവങ്ങൾ ഒരു സ്വപ്നദർശിയെ പോലെ വിവരിക്കാൻ തുടങ്ങി. ഹൈറേഞ്ച് പ്രദേശത്ത് ഞാൻ ആദ്യമായി വരികയാണ്. ഇതൊരു അത്ഭുത ലോകമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഏതോ വലിയ ഗൃഹപ്പുഴയുടെ സമയത്താണ് ഞാൻ ഇങ്ങോട്ട് പുറപ്പെട്ടതെന്ന് തോന്നുന്നു. ഇറങ്ങിയ നേരം മുതൽ പ്രതിബന്ധങ്ങളായിരുന്നു. 4 ബസ്സുകൾ മാറിക്കയറി പലരോടും ചോദിച്ചറിഞ്ഞ് നരിപ്പാറ എന്ന സ്ഥലത്ത് വന്നിറങ്ങിയപ്പോ സമയം രാത്രി 9 മണി കഴിഞ്ഞിരുന്നു. ജെയിംസ് ആമുഖമായി ഇത്രയും പറഞ്ഞപ്പോൾ ഡോക്ടർ സേവ്യർ ഇടയ്ക്ക് കയറി: സുഹൃത്തെ, അർദ്ധരാത്രി സമയത്ത് ആ മലയിൽ നിങ്ങൾ എങ്ങനെ വന്നുപെട്ടെന്നും പിന്നീട് അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നും വിശദീകരിച്ചാൽ മതി. നേരെ എതിർവശത്തുള്ള സീറ്റിൽ ചാരിയിരിക്കുന്ന ഫാദർ വില്യം ചോദിച്ചു: മുത്തമ്പാറയിലേക്ക് വരുവാനുള്ള വഴി ആരാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? ഇതുവഴി വന്നാൽ ഉണ്ടാകുന്ന വിപത്തുകളെ കുറിച്ച് ആരും ഒരു സൂചനയും തന്നില്ലേ? എല്ലാറ്റിനും ഉത്തരവാദി ഞാൻ തന്നെയാണ്. മറ്റാരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ തുടർന്നു: ഞാൻ നരിപ്പാറയിൽ വന്നിറങ്ങുമ്പോ ആ കവലയിലെ കടകളെല്ലാം അടച്ചിരുന്നു. അല്പം അകലെ മാറി വെളിച്ചം കണ്ട ഭാഗത്തേക്ക് ഞാൻ നടന്നു. അതൊരു മാടക്കടയായിരുന്നു. കടയുടെ ഉടമസ്ഥനായ വൃദ്ധനോട് ഞാൻ മുത്തമ്പാറയിലേക്കുള്ള വഴി ചോദിച്ചു. അപ്പോൾ ആ മനുഷ്യൻ എന്നെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. മുത്തമ്പാറയിൽ എത്തണമെങ്കിൽ യക്ഷിമല കടന്നു വേണം പോകാനെന്നും അതുവഴി അസമയത്തുള്ള യാത്ര അപകടകരമാണെന്നും മറ്റും അയാൾ പറഞ്ഞു. രാത്രിയിൽ തന്റെ വീട്ടിൽ തങ്ങിയിട്ട് രാവിലെ പോയാൽ മതി എന്ന് വരെ ആ നല്ല മനുഷ്യൻ എന്നോട് പറഞ്ഞതാണ്. പക്ഷെ അതൊന്നും ഞാൻ കൂട്ടാക്കിയില്ല. യക്ഷിയുടെ ഉപദ്രവത്തെപ്പറ്റി സൂചിപ്പിച്ചപ്പോ ഞാൻ പരിഹസിച്ച് ചിരിക്കുകയാണുണ്ടായത്. ഇത്രയും പറഞ്ഞിട്ട് യുവാവ് അച്ഛന്റെയും ഡോക്ടറുടെയും മുഖത്തേക്ക് നോക്കി മന്ദഹാസത്തോടെ തുടർന്നു: അച്ചോ, ആത്മപ്രശംസയാണെന്ന് കരുതരുത്. ഏത് രംഗത്തും അല്പം സാഹസികത പ്രകടിപ്പിക്കുന്ന സ്വഭാവമാണ് എന്റേത്. ഭയം എന്തെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പ്രത്യേകിച്ചും പ്രേതങ്ങളെയോ പിശാചുകളെയോ ഞാൻ അശേഷം ഭയപ്പെട്ടിരുന്നില്ല. അവയൊക്കെ ഉണ്ടെന്ന് വിശ്വസിച്ചിട്ട് വേണ്ടേ ഭയപ്പെടാൻ? എന്തായാലും ആ നിറഞ്ഞ നിലാവെളിച്ചത്തിൽ യക്ഷിമലയിലൂടെ ഏകനായി യാത്ര ചെയ്യുവാൻ തന്നെ ഞാൻ നിശ്ചയിച്ചു. എന്റെ തീരുമാനം അറിഞ്ഞപ്പോ ആ വൃദ്ധൻ വീണ്ടും എന്നെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു. അറിഞ്ഞുകൊണ്ട് ആപത്തിൽ ചാടരുതെന്ന് ഉപദേശിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു: അമ്മാവാ, പിശാചും യക്ഷിയും ഒക്കെ മനുഷ്യന്റെ സങ്കല്പമാണ്. അഥവാ അങ്ങനെയൊന്നുണ്ടെങ്കിൽ എനിക്ക് അവയെ നേരിട്ടൊന്ന് കാണാമല്ലോ. ഞാൻ മുമ്പോട്ട് നടക്കുമ്പോൾ ഈശ്വരനാമം ഉരുവിട്ടുകൊള്ളണമെന്നും ഇടയ്ക്കിടെ കുരിശ് വരയ്ക്കണമെന്നും മറ്റും അയാൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എത്ര സുഖകരമായ യാത്രയായിരുന്നു അത്! ഈ രാത്രിയിലെ നിലാവും നിങ്ങളും കണ്ടതല്ലേ? ശരിക്കും പൂനിലാവ് തന്നെ. ഇരുവശത്തും വളർന്നു നിൽക്കുന്ന വൃക്ഷങ്ങളുടെ നിഴലുകൾ ചെമ്മൺപാതയിൽ നിറയെ കറുത്ത ചിത്രങ്ങൾ വരച്ചിരുന്നു. നല്ല കുളിരുള്ള കാറ്റ് ഇടയ്ക്കിടെ വീശിയിരുന്നെങ്കിലും എന്റെ ശരീരം ചുട്ടുപഴുത്തതുപോലെയാണ് ഇരുന്നിരുന്നത്. ഇടതൂർന്ന തേയിലച്ചെടികളും കുറ്റിമരങ്ങളും പുൽമേടുകളും കടന്നു പോകുന്ന ആ വഴിയിലൂടെയുള്ള ഏകാന്ത സഞ്ചാരം തികച്ചും ഹൃദ്യമായിരുന്നു. എന്തെന്നില്ലാത്ത ഒരു സുഖാനുഭൂതിയോടെ ആയിരുന്നു എന്റെ യാത്ര. മലയുടെ അടിവാരത്തിൽ വല്ല കൃഷിക്കാരുടെയും ഭവനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും ഒരിടത്തും വിളക്കിന്റെ പ്രകാശമോ മനുഷ്യന്റെ ശബ്ദമോ ഉണ്ടായിരുന്നില്ല. രാത്രി സമയത്തുള്ള നടപ്പ്, കുത്തനെയുള്ള കയറ്റം എന്റെ വേഗതയെ മന്ദീഭവിപ്പിച്ചു. ഞാൻ വാച്ചിൽ നോക്കി. സമയം 12:15. എന്റെ തലയുടെ ചുറ്റും പെട്ടെന്നാണ് ഒരു ശബ്ദവും ചലനവും ഉണ്ടായത്. എവിടെ നിന്നോ വന്ന 4-5 കടവാവലുകൾ എന്റെ ചുറ്റും വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. എന്നെ വല്ലാതെ അസഹ്യപ്പെടുത്തും വിധത്തിൽ ഒരു വക വികൃത ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടായിരുന്നു അവ പറന്നുകൊണ്ടിരുന്നത്. ഞാൻ പുറപ്പെടുന്ന സമയത്ത് ആ വൃദ്ധൻ പറഞ്ഞ വാക്കുകൾ ഞാൻ അപ്പോ ഓർത്തു: വഴിയിൽ പ്രത്യേകിച്ച് എന്തുണ്ടായാലും അവയെ ശ്രദ്ധിക്കാതെ മുമ്പോട്ട് പോവുക. ഞാൻ നേരെ മുമ്പോട്ട് നടന്നു. ഏതാനും ചുവടുകൾ നടന്നതേയുള്ളൂ. അപ്പോൾ എന്റെ മുമ്പിൽ വഴി 2ആയി പിരിയുന്നതായി കണ്ടു. നേരെയുള്ള വഴി സാമാന്യവും വിശാലവും സഞ്ചാരയോഗ്യവുമാണെന്ന് തോന്നി. ഇടതുവശത്തേക്കുള്ള മാർഗമാകട്ടെ ഇടുങ്ങിയതും ദുർഗവുമായിരുന്നു. ഞാൻ ഒട്ടും തന്നെ ശങ്കിച്ചു നിൽക്കാതെ
നേരെയുള്ള പാതയിലൂടെ നീങ്ങാൻ തുടങ്ങവേ എന്റെ മുമ്പിൽ അതിശക്തമായ ചുഴലിക്കാറ്റ് വീശാൻ തുടങ്ങി. ഉയർന്നു പൊങ്ങിയ കരിയിലകളും പൊടിപടലങ്ങളും എന്റെ മുമ്പിൽ പ്രതിബന്ധം സൃഷ്ടിച്ചു. വൃക്ഷങ്ങളും ചെടികളും ആരോ പിടിച്ചു കുലുക്കും പോലെ വല്ലാത്ത ശബ്ദത്തിൽ ഇളകി വിറയ്ക്കാൻ തുടങ്ങി. പെട്ടെന്നുണ്ടായ ഈ ചുഴലിക്കാറ്റിന്റെ വൈചിത്രം എന്നെ അസ്വസ്ഥനാക്കിയെങ്കിലും കൂടുതലൊന്നും ചിന്തിക്കാതെ ഞാൻ മുമ്പോട്ട് തന്നെ നടന്നു. ഈ സമയം ഇടതുവശത്തെ വഴിയിലൂടെ രണ്ട് കറുത്ത പട്ടികൾ ശരം പോലെ പാഞ്ഞു വന്ന് എന്റെ മുമ്പിൽ നിന്ന് വഴി തടഞ്ഞു. ഓ, നമ്മൾ ജീപ്പിലിരിക്കുമ്പോ കണ്ടതാണല്ലോ രണ്ട് വലിയ പട്ടികൾ ഇയാളുടെ പിന്നാലെ പാഞ്ഞു വരുന്നത്. ഈ പട്ടികൾ തന്നെ ആയിരിക്കും, ഫാദർ വില്യം പറഞ്ഞു. ആയിരിക്കാം. ആ പട്ടികളെ കണ്ട് നിങ്ങൾ ഭയപ്പെട്ടുവോ? അവൻ നിങ്ങളെ എന്തു ചെയ്തു? ഡോക്ടർ ചോദിച്ചു. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, സാധാരണഗതിയിൽ ഒന്നിനെയും ഭയപ്പെടുന്ന പ്രകൃതമല്ല എന്റേതെന്ന്. എങ്കിലും ആ വിജന പ്രദേശത്ത് എന്റെ മുമ്പിലേക്ക് പൊടുന്നനവേ ചാടി വന്ന രണ്ട് പട്ടികളെ ഒന്നിച്ച് കണ്ടപ്പോ ഞാൻ പരിഭ്രമിച്ചു പോയി. ആ പട്ടികളുടെ അസാധാരണ രൂപം എന്നെ ഭയപ്പെടുത്തി. അത്തരം പട്ടികളെ മുമ്പൊരിടത്തും കണ്ടതായി എനിക്ക് ഓർമ്മയില്ല. വലിയ ചെന്നായുടെ രൂപം, കരി പോലുള്ള കറുപ്പ്, കണ്ണുകൾ വലിപ്പമുള്ളതും തീക്കട്ട പോലെ ചുവന്നതുമായിരുന്നു. സമീപത്ത് എവിടെയെങ്കിലും വീടുണ്ടായിരിക്കുമെന്നും ആ വീട്ടിൽ വളർത്തുന്ന നായ്ക്കളാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നതുമെന്നുള്ള ധാരണയിൽ ഞാൻ വീട്ടുകാരെ എന്ന് 3-4 പ്രാവശ്യം ഉച്ചത്തിൽ വിളിച്ചു. പക്ഷെ ഒരു പ്രതികരണവും ഉണ്ടായില്ല. ഈ സമയമെല്ലാം ആ നായ്ക്കൾ എന്റെ നേരെ മുമ്പിൽ വന്നു നിന്ന് ചെങ്കണ്ണുകൾ കൊണ്ട് തുറച്ചു നോക്കുകയും ഭയപ്പെടുത്തും വിധം വായ് പിളർക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അവ ഒരു പ്രാവശ്യമെങ്കിലും എന്നെ കടിക്കുവാനായി ചാടി വരികയോ കുരയ്ക്കുകയോ എന്തെങ്കിലും ശബ്ദമുണ്ടാക്കുകയോ ചെയ്തിരുന്നില്ല എന്ന വസ്തുത എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ വേഗം കുനിഞ്ഞ് തറയിൽ നിന്ന് 2 ചെറിയ കല്ലുകൾ എടുത്ത് ആ പട്ടികളുടെ നേരെ എറിയുവാനായി ഓങ്ങിയെങ്കിലും അവ നിന്ന സ്ഥാനത്ത് നിന്ന് മാറുകയോ പ്രതിഷേധം പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. രണ്ടും നിശ്ചയിച്ച് ഞാൻ ഒരു കല്ല് വലതുവശത്ത് നിൽക്കുന്ന പട്ടിയുടെ ശിരോഭാഗം ലക്ഷ്യമാക്കി ശക്തിയായി എറിഞ്ഞു. ആ സമയത്ത് എന്റെ ഉള്ളങ്കാൽ മുതൽ ശിരസ് വരെ വിറച്ചുപോയി എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയാവില്ല. ഞാൻ എറിഞ്ഞ കല്ല് പട്ടിയുടെ ശിരസിലോ കഴുത്തിലോ സ്പർശിക്കുക പോലും ചെയ്തതായി തോന്നിയില്ല. അത് മറുപുറം കടന്ന് തറയിൽ ശക്തിയായി പതിച്ചു. അടുത്ത കല്ലും ഞാൻ അതേ പ്രകാരം എറിഞ്ഞെങ്കിലും ഫലം അത് തന്നെ ആയിരുന്നു. വൃദ്ധന്റെ വാക്കുകൾ ഞാൻ പിന്നെയും ഓർത്തു. ധൈര്യം സംഭരിച്ച് ഞാൻ മുന്നോട്ട് നീങ്ങുമ്പോ പട്ടികൾ വീണ്ടും മുമ്പിൽ വന്ന് പൂർവാധികം ഭീമത്സഭാവത്തോടെ എന്നെ തടഞ്ഞു. ഞാൻ വന്ന വഴിയെ തന്നെ പിന്തിരിഞ്ഞു. നടന്നപ്പോഴും അവ മുമ്പിൽ പാഞ്ഞെത്തി വഴി തടഞ്ഞു. ഒരു പരീക്ഷണം എന്ന നിലയിൽ ഞാൻ ഇടതുഭാഗത്തേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞു. അത്ഭുതം, പട്ടികൾക്ക് പ്രതിഷേധമില്ല. അവ ഒരു ബന്ധനസ്ഥനെ പോലെ കാരാഗൃഹത്തിലേക്ക് നയിക്കുന്ന പോലീസുകാരെ പോലെ ഒന്ന് എന്റെ മുമ്പിലും ഒന്ന് എന്റെ പിമ്പിലുമായിട്ടാണ് നടന്നിരുന്നത്. അല്പദൂരം നടന്നപ്പോ ആ വഴി തികച്ചും ഉപയോഗശൂന്യവും ആൾസഞ്ചാരമില്ലാത്തതുമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. വഴിയുടെ നടുവിൽ തന്നെ പലയിടത്തും കുറ്റിച്ചെടികളും പുല്ലുകളും വളർന്നു നിന്നിരുന്നു. ഏതോ യുഗത്തിലേക്കാണ് പോകുന്നതെന്നും പിന്തിരിഞ്ഞു നടക്കുന്നതാണ് നല്ലതെന്നും ആരോ ഉള്ളിലിരുന്ന് മുന്നറിയിപ്പ് തരുന്നതായി തോന്നി. ഒന്ന് ശങ്കിച്ചു നിന്ന ശേഷം പെട്ടെന്ന് തിരിച്ചു നടന്നു. അപ്പോഴേക്കും 2 നായ്ക്കളും മുമ്പിൽ വന്നു നിന്ന് തടയുകയും പിൻകാലുകളിൽ ഉയർന്നു നിന്ന് ജ്വലിക്കുന്ന കണ്ണുകൾ കൊണ്ട് എന്നെ തുറച്ചു നോക്കി ഭയപ്പെടുത്തുകയും ചെയ്തു. അവ വായു പിളർന്നപ്പോ വല്ലാത്തൊരു ദുർഗന്ധം അനുഭവപ്പെട്ടു. ഗത്യന്തരമില്ലാതെ ആ പട്ടികൾ നയിച്ച മാർഗത്തിലൂടെ മുമ്പോട്ട് നടന്നു. വലതുഭാഗത്ത് അല്പം ഉയരത്തിനായി ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു മതിൽക്കെട്ട് ദൃശ്യമായി. അവിടെ വൃക്ഷങ്ങൾ അധികമില്ലായിരുന്നു. നീലാകാശത്തിൽ ഉയർന്നു നിൽക്കുന്ന ചന്ദ്രബിംബത്തിന് മുമ്പ് ഒരിക്കലും കാണാത്ത തേജസ്സായിരുന്നു. ഏകദേശം 15 മീറ്ററോളം മുന്നോട്ട് നടന്നപ്പോ ഉയരമുള്ള ഭാഗത്തേക്ക് കയറുവാൻ ഇടിഞ്ഞു പൊളിഞ്ഞതും പുല്ലും കുറ്റിച്ചെടികളും നിറഞ്ഞതുമായ കുറെ കൽപ്പടവുകൾ ദൃശ്യമായി. നായ്ക്കളുടെ അകമ്പടിയോടെ ഞാൻ ആ പടവുകൾ കയറി ചെന്നപ്പോ തകർന്നടിഞ്ഞ ഒരു വലിയ കെട്ടിടമാണ് എന്റെ ദൃഷ്ടിയിൽപ്പെട്ടത്. കെട്ടിടത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് തകർന്നു നിലംപരിശായി കിടന്നിരുന്നത്. കാലപ്പഴക്കത്തിന്റെ ജീർണതയോടെ ആണെങ്കിലും അതിന്റെ മറ്റൊരു ഭാഗം ഏതാനും കൽത്തൂണുകളിൽ ഉയർന്നു നിന്നിരുന്നു. കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തും ഇടയ്ക്കുള്ള കൽഭിത്തികളിലും ധാരാളം വള്ളിച്ചെടികൾ പടർന്നു തൂങ്ങിക്കിടന്നിരുന്നു. ഞാൻ ആ തകർന്ന കെട്ടിടത്തിൽ നിന്ന് നോട്ടം പിൻവലിച്ച ശേഷം എന്നെ നയിച്ചു കൊണ്ടുവന്ന നായ്ക്കളെ കാണുവാൻ ചുറ്റും നോക്കി. പക്ഷെ അവയെ ആ പരിസരത്ത് എങ്ങും കാണുവാൻ കഴിഞ്ഞില്ല. ഇനി ഞാൻ എന്താണ് ചെയ്യുക? വേഗം തിരിച്ചു പോയാലോ? അതോ? പെട്ടെന്നാണ് ഒരു ആശയം മനസ്സിലുദിച്ചത്. ഒരുപക്ഷെ ഈ കെട്ടിടത്തിന്റെ കോണിലെങ്ങാനും വല്ല മനുഷ്യനും താമസിക്കുന്നുണ്ടെങ്കിലോ? ഈ ദുർഘട നിമിഷത്തിൽ ഒരു കൊച്ചുകുട്ടിയെങ്കിലും കൂട്ടിനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചുപോയി. അവിടെ നിന്ന് അല്പം ഉച്ചത്തിൽ വിളിച്ചു. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആളുകൾ ആരുമില്ലേ? ഇല്ലേ? ഇല്ലേ? അകത്ത് പ്രതിധ്വനി. കെട്ടിടത്തിനുള്ളിൽ വവ്വാലുകൾ ചിറകടിച്ച് പറക്കുന്ന ശബ്ദം. ഞാൻ വീണ്ടും വിളിച്ചു ചോദിച്ചു,
പക്ഷെ ഉത്തരം പ്രതിധ്വനി മാത്രമായിരുന്നു. ആ കെട്ടിടത്തിന്റെ മറുവശത്തേക്ക് നടന്നപ്പോൾ കാട്ടുചെടികൾക്കുള്ളിൽ തല ഉയർത്തി നിൽക്കുന്ന 2-3 കുരിശുകൾ ഞാൻ അവ്യക്തമായി കണ്ടു. വർദ്ധിച്ച ജിജ്ഞാസയോടെ ഞാൻ അടുത്തു ചെന്ന് നോക്കി. അവ പ്രാചീന രീതിയിൽ പണി കഴിക്കപ്പെട്ടിരുന്ന കബറുകളുടെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന കുരിശുകളാണെന്ന് ബോധ്യമായി. അവയിൽ മിക്കതും ഇടിഞ്ഞു പൊളിഞ്ഞ രീതിയിലാണ് കാണപ്പെട്ടത്. മനസ്സിനുള്ളിൽ എന്തോ ഒരു വല്ലായ്മ, ധൈര്യമെല്ലാം പെട്ടെന്ന് ചോർന്നു പോയതുപോലെ തോന്നി. ലോകമെല്ലാം ഗാഠനിദ്രയിലാണ്ടിരിക്കുന്ന ഈ സമയത്ത് ഞാൻ വന്നുവിട്ടിരിക്കുന്നത് വളരെ കാലപ്പഴക്കമുള്ള ഒരു ശ്മശാനത്തിൽ. അങ്ങനെയെങ്കിൽ ഈ കെട്ടിടമോ? ജീർണിച്ച് നിലം പതിച്ച ഒരു ദേവാലയം. തീർച്ചയായും വൃദ്ധൻ സൂചിപ്പിച്ച ആ പള്ളി ഇതുതന്നെയാണ്. മായാപുരിയിൽ അകപ്പെട്ടവനെ പോലെ ഞാൻ ചുറ്റും പകച്ചു നോക്കി. കുറ്റിച്ചെടികൾ തിങ്ങി നിറഞ്ഞ മൈതാനത്ത് നിലാവ് വരച്ച ചിത്രങ്ങൾക്ക് പോലും ഭീകര രൂപം. നിഴലുകൾക്കെല്ലാം നേരിയ ചലനമുള്ളതുപോലെ തോന്നുകയാണ്. എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ മതിയാകൂ എന്ന് അന്തരംഗം എന്നെ പ്രേരിപ്പിച്ചു. ഞാൻ കൽപ്പടവിന്റെ ഭാഗത്തേക്ക് നടക്കാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോൾ അവിശ്വസനീയമായ ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. തൂവെള്ള വസ്ത്രം ധരിച്ച ഒരു രൂപം. ആ സ്ത്രീരൂപം ശൂന്യതയിൽ നിന്ന് പെട്ടെന്ന് രൂപമെടുത്തതുപോലെ പള്ളിയുടെ കൽഭിത്തിയിൽ ചാരി നിൽക്കുന്നു. ഇത്രയും നേരം ഇവൾ എവിടെ മറിഞ്ഞിരിക്കുകയായിരുന്നു? പല പ്രാവശ്യം വിളിച്ചിട്ടും ഇവൾ വിളി കേൾക്കാഞ്ഞത്? ഞാൻ അല്പം കൂടി മുന്നോട്ട് ചെന്ന് സൂക്ഷിച്ചു നോക്കി. അതിമനോഹരിയായി ഒരു യുവതി. ഈ സമയത്ത് കൂട്ടിനൊരു മനുഷ്യജീവിയെ കിട്ടിയല്ലോ എന്ന ആശ്വാസമാണ് അപ്പോൾ എനിക്കുണ്ടായത്. എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇത്രയും സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. ചന്ദ്രന്റെ ധവളകിരണങ്ങൾ അവളുടെ പൂമേനിയിലേക്ക് ഒഴുകി വരികയാണെന്ന് തോന്നി. ചന്ദ്രികച്ചാറിൽ കുളിച്ചു നിൽക്കുന്ന മനോഹരി എന്ന് വിശേഷിപ്പിച്ച ഒട്ടും അധികമാവില്ല. അലസമായി പാറക്കിടന്നിരുന്ന സമൃദ്ധമായ മുടിക്ക് ചുറ്റും നിലാവെളിച്ചത്തിന്റെ പരിവേഷം. ആ രൂപത്തിലേക്ക് നോക്കി ഞാൻ മതിമറന്നു നിൽക്കുമ്പോൾ അവൾ വശ്യമായ മന്ദഹാസത്തോടെ കൈനീട്ടി എന്നെ അരികിലേക്ക് മാടി വിളിച്ചു. കാന്തശക്തിയാൽ എന്നവണ്ണം ഞാൻ അവളുടെ അരികിലേക്ക് നീങ്ങി. ഒരുപക്ഷെ ഏകാന്തതയിൽ ഒരു സൗന്ദര്യധാമത്തെ കണ്ടുമുട്ടിയപ്പോൾ എന്റെ പുരുഷവാസന ഉയർന്നതാകാം. എനിക്ക് 27 വയസ്സേ പ്രായമുള്ളൂ. പക്വതയേറാത്ത മനസ്സാണ് എന്റേത്. അവൾ ഇരു കൈകളും നീട്ടി എന്നെ പുണരുവാനായി എടുത്തു. അപ്പോൾ അവളുടെ വിടർന്ന മിഴികളിൽ വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. അവൾ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ പ്രത്യേകത അപ്പോഴാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ധാരാളം ഞൊറികളുള്ള ആ വസ്ത്രം പ്രാചീന കാലങ്ങളിൽ ശവശരീരത്തെ അണിയിക്കാറുള്ള കുപ്പായം പോലുള്ളതായിരുന്നു. അടുത്തു വന്നപ്പോൾ ആ കുപ്പായത്തിൽ നിന്ന് അത്തറിന്റെ പരിമളം നിർഗമിച്ചുകൊണ്ടിരുന്നു. നിലാവെളിച്ചം നേരിട്ട് പതിച്ചിട്ടും അവൾക്ക് മാത്രം നിഴലില്ല എന്ന സത്യം അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. പെട്ടെന്ന് എന്റെ മനസ്സിൽ ഭയത്തിന്റെ തിരതല്ലുകളും ഉണ്ടായി. ഞാൻ പിന്തിരിയാൻ ശ്രമിക്കും മുമ്പേ അവൾ എന്നെ വാരി പുണർന്നുകൊണ്ട് ആർത്തിയോടെ ചുംബിച്ചു. ആ ശരീരം ഐസ് പോലെ തണുത്താണ് ഇരുന്നിരുന്നത്. ആ സ്ത്രീയുടെ മാംസലമായ ശരീരത്തിന്റെ സുഖമല്ല, പ്രത്യുത ഏതോ കൽപ്രതിമയിലേക്ക് വലിച്ചടിപ്പിക്കപ്പെട്ടതിന്റെ പീഡനമാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എന്റെ ശക്തി മുഴുവൻ, എന്റെ ഊർജം മുഴുവൻ വാർന്ന് അവളിലേക്ക് ഗമിക്കുന്നതായി തോന്നി. അതെനിക്ക് വ്യക്തമായി അറിയാമായിരുന്നു. അവളുടെ ആലിംഗനം അതിശക്തമായിരുന്നു. ശ്വസിക്കാനാവാത്ത വിധം ഞാൻ പിടഞ്ഞു. ശരീരം തളർന്ന് ഒരു ശൂന്യാവസ്ഥയിലേക്ക് കൂപ്പുകുത്തുകയാണ്. തീർത്ത് നിസ്സഹായനായി ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അതൊരു മനുഷ്യ സ്ത്രീയുടെ മുഖമായിരുന്നില്ല, പിന്നെയോ ഒരു പിശാചിനിയുടെ ഭീമത്സ മുഖമായിരുന്നു. ദൈവമേ, എന്റെ ദൈവമേ! ആകാവുന്നത്ര ഉച്ചത്തിലാണ് ഞാൻ വിളിച്ചത്. പിടിയുടെ മുറുക്കം അല്പം അയഞ്ഞതായി തോന്നി. വീണ്ടും ഞാൻ ദൈവനാമം ഉരുവിട്ടു. എനിക്ക് ശക്തി വർദ്ധിക്കുന്നതായി അനുഭവപ്പെട്ടു. ആപത്തുകാലങ്ങളിൽ, പ്രത്യേകിച്ച് സർപ്പോദ്രവവും ദുഷ്ടശത്രുക്കളുടെ പീഡനവും ഉണ്ടാകുമ്പോൾ എന്നെ ധൈര്യപ്പെടുത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന വിശുദ്ധനാണ് സെന്റ് ജോർജ് എന്ന ഗീവർഗീസ്. മുമ്പുണ്ടായ പല അനുഭവങ്ങളും ആ പുണ്യപുരുഷനെ വിളിക്കുവാൻ എനിക്ക് പ്രേരണ നൽകി. ഗീവർഗീസ്, സഹതം രക്ഷിക്കണേ! എവിടെ നിന്നോ എനിക്ക് 10 മടങ്ങ് ശക്തി ലഭിച്ചതായി തോന്നി. വീണ്ടും ഞാൻ ആ വിശുദ്ധ നാമം ഉരുവിട്ടുകൊണ്ട് കുതറി. അകലിൽ നിന്നും പാഞ്ഞു വരുന്ന കുതിരയുടെ കുളമ്പടി ശബ്ദം ഞാൻ കേട്ടു. ഏതോ അദൃശ്യ ശക്തി വന്ന് തട്ടി മാറ്റിയതുപോലെ എന്നെ ആശ്ലേഷിച്ചു നിന്നവൾ ഒരു ഞരക്കത്തോടെ തെറിച്ചുപോയി. കൈവന്ന അവസരം പാഴാക്കാതെ, ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്താതെ ഞാൻ ഓടി. തിരിഞ്ഞു നോക്കാതെ ഓടി. മൈതാനം കിടന്ന് കൽപ്പടവുകൾ ചാടി ഇറങ്ങി വഴിയിൽ ചെന്നതും പഴയ പട്ടികൾ രണ്ടും പാഞ്ഞു വന്ന് മാർഗം തടഞ്ഞതും ഒന്നിച്ചായിരുന്നു. ഈ സമയത്ത് മലയുടെ അടിവാരത്ത് നിന്ന് മോട്ടോർ വാഹനത്തിന്റെ ഇരമ്പൽ കേൾക്കുന്നുണ്ടായിരുന്നു. ശബ്ദം കൊണ്ട് അതൊരു കാറോ ജീപ്പോ ആണെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. എത്രയും വേഗം പ്രധാന വഴിയിലെത്തണം എന്ന ഉദ്ദേശത്തോടെ ഈശ്വരനാമം ജപിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് ഓടിത്തുടങ്ങി.
പട്ടികൾ പിന്നാലെ പാഞ്ഞു വന്നെങ്കിലും അവ എന്നെ ഒന്ന് സ്പർശിക്കുക പോലും ചെയ്തില്ല. ഈ സമയത്തും എന്റെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്ന് ഞാൻ പിടിവിട്ടിരുന്നില്ല. ഞാൻ ഇടവഴി കടന്ന് വലിയ മൺപാതയിലേക്ക് ചാടിയതും വളവ് തിരിഞ്ഞു വന്ന ജീപ്പിന്റെ ലൈറ്റ് ദൃശ്യമായതും ഒന്നിച്ചായിരുന്നു. ഞാൻ ശക്തിയായി കിതച്ചുകൊണ്ട് വഴിയുടെ നടുവിൽ കൈകൾ ഉയർത്തി നിന്നത് മാത്രം ഓർക്കുന്നുണ്ട്. ഏതായാലും ദൈവം ഞങ്ങളെ രക്ഷിച്ചു. ആ സമയത്ത് ഞങ്ങൾ അതുവഴി വന്നില്ലായിരുന്നെങ്കിൽ എങ്കിൽ ഫാദർ വില്യം വാചകം പൂർത്തിയാക്കാതെ നിർത്തി. അതിന്റെ തുടർച്ച എന്നോണം ഡോക്ടർ സേവ്യർ പറഞ്ഞു, തീർച്ചയായും നിങ്ങൾക്ക് ദൈവാധീനമുണ്ട്. മറ്റൊരു വഴിയിലൂടെ പോകാൻ തുനിഞ്ഞ ഞങ്ങളെ ആ വഴിയിലൂടെ തിരിച്ചുവിട്ടത് ദൈവമാണ്, നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി മാത്രം. ഒരു നിമിഷം കഴിഞ്ഞ് അദ്ദേഹം തുടർന്നു, ജെയിംസെ, താങ്കളെ ഞാൻ ഒന്നുകൂടി പരിശോധിക്കട്ടെ? ഒരു സംശയം തീർക്കാൻ മാത്രം. ഒന്ന് നിവർന്നു കിടക്കൂ. കിടക്കയിൽ നിവർന്നു കിടന്ന ജെയിംസിന്റെ കഴുത്തിലും കൈത്തണ്ടകളിലുമുള്ള ഞരമ്പുകളിൽ സൂക്ഷ്മ പരിശോധന നടത്തിയ ശേഷം ഡോക്ടർ പറഞ്ഞു, ഭാഗ്യം. ജെയിംസിനെ ആശ്ലേഷിച്ച ആ യക്ഷി മനുഷ്യരക്തം കുടിക്കുന്ന രക്ഷസാണോ എന്ന് ഞാൻ സംശയിച്ചു. പക്ഷെ അതിന്റെ യാതൊരു സിമ്പലുമില്ല. ശരീരത്തിൽ ഒരു പോറൽ പോലുമില്ല. രക്ഷസ് എന്ന് വെച്ചാൽ? അച്ഛന് സംശയമായി. രക്തപാനം കൊണ്ട് മാത്രം ജീവിക്കുന്ന അതിശക്തരായ ദുരാത്മാക്കൾ, പ്രേതാത്മാക്കൾക്കിടയിലെ ഒരു വിചിത്ര പ്രതിഭാസം എന്ന് പറയാം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ രക്ഷസ് ജനിക്കൂ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാർപ്പേത്തൻ പ്രദേശത്തുണ്ടായ ഡ്രാക്കുള, ആഫ്രിക്കയിലെ ടാസാനിയിൽ പ്രത്യക്ഷപ്പെട്ട ഉബാരു, ഫിലിപ്പീൻ ഗ്രാമങ്ങളിൽ ഭീതി പടർത്തിയ അസ്വാങ്, ഗണ്ടാർ ദ്വീപിലെ ഇരവി ആദിത്യൻ, ഇവരൊക്കെ രക്ഷസുകളായിരുന്നു. അവരിൽ ഏറ്റവും പ്രസിദ്ധനായ ഡ്രാക്കുളയുടെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? അച്ഛനാണ് മറുപടി പറഞ്ഞത്. ഡ്രാക്കുള ഒരു ഭീകര രക്ഷസായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ കൂടുതലൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിൽ ഞാൻ പറയാം, വളരെ രസമുള്ള കഥയാണ്. ഏതായാലും ഇന്ന് ഉറക്കമില്ല. പ്രേതാത്മാക്കളെ കുറിച്ചുള്ള കഥകൾ കേൾക്കാൻ എനിക്ക് വലിയ താല്പര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ എഴുന്നേറ്റു. മേശപ്പുറത്തിരിക്കുന്ന ഫ്ലാസ്ക് എടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഏതായാലും നമുക്കൊരു ചായ കുടിച്ചിട്ട് തുടങ്ങാം. രക്തരക്ഷസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഡ്രാക്കുള പ്രഭുവിന്റെ കഥ വിശദമായി പറയണമെങ്കിൽ ഈ രാത്രി മുഴുവൻ വേണ്ടിവരും. അതുകൊണ്ട് ഞാനിപ്പോ അത് വളരെ ചുരുക്കി പറയുകയാണ്. ഡ്രാക്കുളയുടെ ചരിത്രം ആദ്യമായി ലോകത്തിന് വെളിപ്പെടുത്തിയത് ബ്രാം സ്റ്റോക്കർ എന്ന എഴുത്തുകാരനാണ്. ജിജ്ഞാസയോടെ ശ്രദ്ധിച്ചിരിക്കുന്ന ഫാദർ വില്യമിനോടും ജെയിംസിനോടുമായി ഡോക്ടർ സേവ്യർ പറഞ്ഞു തുടങ്ങി. കാർപ്പേത്യൻ മലനിരകളിൽ ഒന്നിൽ ശിരസുയർത്തി നിൽക്കുന്ന ഭീമാകാരമായ ഡ്രാക്കുള കോട്ടയ്ക്കുള്ളിൽ ജോനാഥ് ഹാർക്കർ എന്നു പേരുള്ള ഇംഗ്ലീഷുകാരനായ ഒരു വക്കീൽ ചെന്നുപെട്ടു. അയാൾ അവിടെ യാദൃച്ഛികമായി ചെന്നതല്ല. ഇംഗ്ലണ്ടിലുള്ള പുരാതനമായ ഒരു കെട്ടിടവും എസ്റ്റേറ്റും വിലയ്ക്ക് വാങ്ങുന്നതിനും നിയമാനുസൃതം ചില കാര്യങ്ങൾ നടത്തുന്നതിനുമായി ഡ്രാക്കുള പ്രഭു അയാളെ ക്ഷണിച്ചു വരുത്തിയതായിരുന്നു. സൂര്യാസ്തമയം കഴിഞ്ഞ നേരത്ത് കുതിരവണ്ടിയുമായി വന്ന് ജോനാഥനെ എതിരേറ്റ് കോട്ടയിലേക്ക് നയിച്ചതും ആതിഥേയൻ എന്ന നിലയിൽ കോട്ടയ്ക്കുള്ളിലേക്ക് സ്വീകരിച്ചതും പ്രഭു തന്നെയായിരുന്നു. അസാധാരണമായ ഉയരവും മെല്ലിച്ചതാണെങ്കിലും ബലിഷ്ഠ ശരീരത്തോട് കൂടിയവനുമായ ഡ്രാക്കുളയുടെ എടുപ്പിലും നടപ്പിലും എല്ലാം എന്തോ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നതായി തോന്നിച്ചിരുന്നു. അയാളുടെ മേൽനിരയിലുള്ള പല്ലുകളിൽ 2 എണ്ണം സൂചിയാകൃതിയിൽ ക്രമാധികം നീണ്ടതും ക്രൂരത നിഴലിക്കുന്ന കണ്ണുകൾ ചോര നിറമാർന്നതും കട്ടിയുള്ള രോമങ്ങൾ മുറ്റിയ പുരികങ്ങൾ പരസ്പരം യോജിച്ച് ഒന്നായി തീർന്നതുമായിരുന്നു. ദിവസങ്ങൾ എഴിഞ്ഞു നീങ്ങവെ കോട്ടയ്ക്കുള്ളിലെ ഏകാന്തവാസവും വിചിത്രാനുഭവങ്ങളും ജോനാഥനെ സംഭീതനാക്കി. ആതിഥേയനായ ഡ്രാക്കുളയെ ജോനാഥൻ ഒരിക്കലെങ്കിലും പകൽ സമയത്ത് കണ്ടിരുന്നില്ല. രാത്രിയിൽ മാത്രം അയാൾ വരും. ഒരു പ്രാവശ്യം പോലും ജോനാഥനോടൊപ്പം ആഹാരം കഴിക്കുകയോ പുകവലിക്കുകയോ ചെയ്തിരുന്നില്ല. കഴിക്കുവാനുള്ള ഭക്ഷണം കൃത്യസമയത്ത് തീമേശമേൽ ഭദ്രമായി വെച്ചിരിക്കും. പാത്രങ്ങൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളവയായിരുന്നു. കോട്ടയ്ക്കുള്ളിൽ ഒരു മനുഷ്യജീവിയെങ്കിലും ഉള്ളതിന്റെ യാതൊരു ലക്ഷണവും കണ്ടില്ല. ഡ്രാക്കുള പ്രഭു രാത്രി മുഴുവൻ ജോനാഥനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. സൂര്യോദയത്തിനു മുമ്പേ സ്ഥലം വിടുകയും ചെയ്യും. ഒരു ദിവസം പകൽ സമയത്ത് ജോനാഥൻ പല അറകൾ കടന്ന് ലൈബ്രറിയിലെത്തി. അവിടെ ഉണ്ടായിരുന്ന പുസ്തകങ്ങളെല്ലാം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളവ മാത്രമായിരുന്നു. പൊടിപടലങ്ങൾ നിറഞ്ഞ ആ മുറികളിലെങ്ങും പുരാതന വസ്തുക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരിടത്തെങ്കിലും കണ്ണാടി കാണുവാനില്ല എന്ന വസ്തുത അയാളെ അത്ഭുതപ്പെടുത്തി. ഒരു രാത്രിയിൽ ജോനാഥൻ മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ താൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൊച്ചു കണ്ണാടിയിൽ നോക്കി ഷേവ് ചെയ്യുകയായിരുന്നു. ഈ സമയം പ്രഭു ഒരു നേൽ പോലെ പിന്നിൽ വന്നു നിന്ന് അയാളുടെ തോളിൽ സ്പർശിച്ചു. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ ജോനാഥന്റെ കവിളിൽ ബ്ലേഡ് കൊണ്ട് ചെറിയ മുറിവുണ്ടായി. ജോനാഥൻ അത്ഭുതം കൂടുന്ന മുഖഭാവത്തോടെ കണ്ണാടിയിലേക്കും തന്റെ പിന്നിൽ നിൽക്കുന്ന
ഡ്രാക്കുളയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. ആ കണ്ണാടിയിൽ പ്രഭുവിന്റെ ഛായ പ്രതിഫലിച്ചിരുന്നില്ല എന്ന സത്യം അയാൾ മനസ്സിലാക്കി. കവിളിലെ മുറിയിലൂടെ ഒലിച്ചിറങ്ങിയ രക്തം കണ്ടപ്പോൾ പ്രഭുവിന്റെ ഭാവമാകെ മാറി. അയാൾ ആർത്തിയോടെ ജോനാഥനെ സമീപിച്ചു. എങ്കിലും തന്റെ സ്വന്തം കാര്യസാധ്യത്തിനായി ക്ഷണിച്ചു വരുത്തിയ വക്കീലിനെ ആ സമയത്ത് ഉപദ്രവിക്കുന്നത് ഉചിതമല്ലെന്ന് തോന്നുകയാൽ വളരെ പണിപ്പെട്ട് സ്വയം നിയന്ത്രിച്ചു. പകൽ സമയത്ത് ഡ്രാക്കുള എവിടെ ഒളിക്കുന്നു എന്നറിയുവാനായി ജോനാഥൻ അന്വേഷണം ആരംഭിച്ചു. ഒടുവിൽ മറ്റൊരു കെട്ടിടത്തിന്റെ അടിത്തട്ടിൽ ഏതാനും ശവപ്പെട്ടികൾ കാണുകയും അവയിലൊന്നിൽ മൃതാവസ്ഥയിൽ ശയിക്കുന്ന ഡ്രാക്കുളയെ കാണുകയും ചെയ്തു. ഡ്രാക്കുള ഒരു രക്തരക്ഷസാണെന്ന് മനസ്സിലാക്കിയ ജോനാഥൻ അവിടെ നിന്ന് രക്ഷപ്പെടുവാനുള്ള ശ്രമം ആരംഭിച്ചു. അതിസാഹസികമായ പ്രവർത്തനങ്ങളിലൂടെ അയാൾ കോട്ടയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഈ സമയത്ത് ഡ്രാക്കുള കടൽമാർഗം ഒരു കപ്പലിൽ സഞ്ചരിച്ച് ഇംഗ്ലണ്ടിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അയാൾ ലൂസി എന്ന മനോഹരിയായ യുവതിയെയും മറ്റു പല യുവതികളെയും രക്തപാനത്തിനായി ഉപയോഗിക്കുകയും അവരെ രക്ഷസുകളാക്കി മാറ്റുകയും ചെയ്തു. ഒടുവിൽ ഡോക്ടർ സെവാർഡ്, ഡോക്ടർ വാൻ ഹെൽഡിംഗ്, ജോനാഥൻ ഹാർക്കർ എന്നിവർ ഒത്തുചേർന്ന് വളരെയേറെ ക്ലേശങ്ങൾ സഹിച്ച് ഡ്രാക്കുളയെ വേട്ടയാടി നശിപ്പിച്ചു. എങ്ങനെയാണ് ഡ്രാക്കുളയെ നശിപ്പിച്ചത്? ഫാദർ വില്യം ചോദിച്ചു. കുർബാന അപ്പമായിരുന്നു അവരുടെ പ്രധാന ആയുധം. അതൊന്നിൽ മാത്രമാണ് ഡ്രാക്കുള കീഴടങ്ങിയത്. കൂടാതെ കുരിശിനെയും അവന് ഭയമായിരുന്നു. എങ്കിൽ നമുക്കും ഈ ആയുധങ്ങൾ തന്നെ ഉപയോഗിച്ച് യക്ഷിയെ നശിപ്പിക്കരുതോ? അത് സാധ്യമാണോ എന്ന് പരീക്ഷിച്ചറിയേണ്ടിയിരിക്കുന്നു, ഡോക്ടർ പറഞ്ഞു. രക്തപാനം കൊണ്ട് ശക്തി ആർജിച്ച രക്ഷസായിരുന്നു ഡ്രാക്കുള. അതേ സ്വഭാവമുള്ള മറ്റൊരു രക്ഷസായിരുന്നു ഗാണ്ടാർ ദ്വീപിലെ ഇരവി ആദിച്ചൻ. പക്ഷേ അവനെ ചെറുക്കുവാനും ബന്ധിക്കുവാനും കുർബാനപ്പമല്ല, ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആഴിയപ്പമാണ് ഫലപ്പെട്ടത്. അതുകൊണ്ട് ഒരേ ആയുധം തന്നെ എവിടെയും പ്രയോഗിക്കാമെന്ന് കരുതേണ്ടതില്ല. നമ്മൾ അന്വേഷിക്കുന്ന യക്ഷി ഒരു സ്പിരിറ്റാണ്, എങ്ങനെയോ ശക്തി ആർജിച്ച ഒരു പ്രേതാത്മാവ്. സുന്ദരിയായ യുവതിയുടെ രൂപത്തിൽ ജെയിംസും മറ്റു പലരും അവളെ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ അവൾക്ക് മറ്റു പല രൂപങ്ങളും സ്വീകരിക്കുവാനുള്ള കഴിവും കണ്ടേക്കാം. ഈ കക്ഷിയുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങളും ഞാൻ ശ്രദ്ധയോടെ പഠിച്ചിട്ടുണ്ട്. ഒരിക്കലെങ്കിലും അവൾ രക്തപാനം നടത്തിയതായി അറിഞ്ഞിട്ടില്ല. പക്ഷേ അവളുടെ ആലിംഗനം ഒരു ബന്ധനമാണ്. ആലിംഗനത്തിൽ പെടുന്ന ആൾ ശക്തി ക്ഷയിച്ച് മരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് വളരെ വിചിത്രമായി തോന്നുന്നു. ആകട്ടെ, ഈ യക്ഷി മൂലം മരണമടഞ്ഞവർ എത്ര പേരുണ്ടെന്ന് വല്ല കണക്കുമുണ്ടോ? അച്ഛൻ ചോദിച്ചു. സംഖ്യ കൃത്യമായി അറിഞ്ഞുകൂടാ. നമ്മുടെ തോട്ടത്തിന്റെ അതിർത്തിയിലുള്ള മലഞ്ചെരുവിലെ കാട്ടിൽ 100 വയസ്സ് തികഞ്ഞ ഒരു വൃദ്ധൻ താമസിക്കുന്നുണ്ട്. ആദിവാസികളുടെ ഒരു മൂപ്പൻ. ഓർമ്മ വെച്ച നാൾ മുതൽ അയാൾ യക്ഷിമലയിലെ പ്രേതാത്മാവിനെ പറ്റി കേട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അന്നും ധാരാളം യുവാക്കളും യുവതികളും ബാലന്മാരും ആ പഴയ പള്ളിയുടെ പരിസരത്ത് മരിച്ചു കിടക്കുന്നതായി കണ്ടിട്ടുണ്ടത്രേ. ഒരു കാര്യം സത്യമാണ്, ആ യക്ഷിയുടെ ആക്രമണത്തിന് വിധേയരാകുന്നവരിൽ അധിക പങ്കും നല്ല ചോരത്തെളുപ്പുള്ള യുവാക്കളാണ്. വൃദ്ധന്മാരെ അവൾ കൊന്നതായി ആരും പറഞ്ഞു കേട്ടിട്ടില്ല. സ്ത്രീകളുടെ സംഖ്യയും നന്നേ കുറവാണ്. ഏതായാലും ആളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരാൾ എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ജെയിംസ് മാത്രമാണ്. അവൾ എന്തിനായിരിക്കും ആളുകളെ വധിക്കുന്നത്? അച്ഛന്റെ ചോദ്യം കേട്ട ഡോക്ടർ മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു. അതിന്റെ ഉത്തരം കിട്ടുവാനാണ് ഞാൻ ഇത്രയും കാലം പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ അവൾക്ക് പ്രേതാത്മാവായി സഞ്ചരിക്കണമെങ്കിൽ, ശക്തി സംഭരിച്ച് ജീവിക്കണമെങ്കിൽ മനുഷ്യന്റെ സ്പർശനമോ സമ്പർക്കമോ ആവശ്യമായിരിക്കാം. അവൾ ആലിംഗനം ചെയ്തപ്പോ ഉണ്ടായ അനുഭവം ജെയിംസ് തന്നെ വ്യക്തമാക്കിയതാണല്ലോ. ഇത്രയും നേരം നിശബ്ദനായിരുന്ന് എല്ലാം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്ന ജെയിംസ് പെട്ടെന്ന് വാചാലനായി. ശരിയാണ് ഡോക്ടർ, എന്റെ ശക്തി മുഴുവൻ അവളിലേക്ക് അതിവേഗം ഒഴുകിപ്പോകുന്നത് പോലെയാണ് തോന്നിയത്. അവളുടെ ആലിംഗനത്തിന്റെ സുഖം അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ. അല്പനേരം കൂടി അത് നീണ്ടു നിന്നിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ മരിച്ചു പോകുമായിരുന്നു. എന്ത് ത്യാഗം സഹിച്ചും ആ പിശാചിനിയെ നശിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം മറ്റൊന്നും അല്ല ഡോക്ടർ. ഇതിനു വേണ്ടി എന്നെ കൊണ്ട് ആകാവുന്നതെല്ലാം ഞാൻ ചെയ്യാം. നല്ല കാര്യം തന്നെ. പക്ഷെ അവളെ ഇല്ലാതാക്കണമെങ്കിൽ പല കാര്യങ്ങളും നമ്മൾക്ക് അറിയേണ്ടതുണ്ട്. അവൾ പകൽ സമയത്ത് എവിടെ ഒളിക്കുന്നു എന്നറിയണം. അതാണ് പ്രധാനം. പിന്നെ അവളെ നേരിടാനും അമർച്ച ചെയ്യാനും ശക്തിയുള്ള ഒരു ആയുധം കണ്ടുപിടിക്കണം. മിസ്റ്റർ സേവ്യർ, ഫാദർ വില്യം മറ്റൊരു ചോദ്യത്തിലേക്ക് കടന്നു. താങ്കൾ എത്ര നാളായി ഈ പ്രേതാത്മാവിനെ പറ്റി അന്വേഷണം നടത്തുന്നു? 7 വർഷമായി. അതായത് ഞാൻ ഈ തോട്ടത്തിൽ ജോലിയിൽ പ്രവേശിച്ച നാൾ മുതൽ. ഇത്രയും കാലമായിട്ടും അവളെ പറ്റി കൂടുതലൊന്നും അറിയാത്തതെന്തേ? ന്യായമായ ചോദ്യം തന്നെ. ഞാൻ 2 പ്രാവശ്യം യക്ഷിമലയിലെ ആ തകർന്നടിഞ്ഞ പള്ളിയിലും പരിസരത്തും പോയിട്ടുണ്ട്. പകൽ സമയത്ത് മാത്രം. അവിടെയുള്ള കാഴ്ചകൾ കണ്ട് തിരിച്ചു പോന്നു. രാത്രിയിൽ പോയാൽ മാത്രമേ ആ പ്രേതാത്മാവിനെ സംബന്ധിച്ച
കൂടുതൽ രഹസ്യങ്ങൾ അറിയാൻ സാധിക്കുള്ളൂ. രാത്രിയിൽ അവിടെ തനിയെ പോകുന്നത് അപകടമാണെന്ന് അറിയാം. ഇത്രയും കാലമായിട്ടും രാത്രി സമയത്ത് എന്നോടൊത്ത് പോരുവാൻ ഒരാളെ പോലും കിട്ടിയില്ല എന്നതാണ് വാസ്തവം. ഇപ്പോ എനിക്ക് ധൈര്യമുണ്ട്. ജെയിംസും അച്ഛനും എന്നോടൊപ്പം ഉണ്ടല്ലോ. തീർച്ചയായും ഡോക്ടറോടൊത്ത് സഹകരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഡോക്ടർ തുടർന്നു. യക്ഷിമലയിലെ പിശാചിനിയെ പറ്റി അറിഞ്ഞിടത്തോളം കാര്യങ്ങൾ ഞാൻ എന്റെ ഡയറിയിൽ കുറിച്ചിട്ടുണ്ട്. ആദ്യമൊന്നും ഇത്തരം കഥകൾ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പിന്നീട് പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾ തുടരെ തുടരെ ഉണ്ടായപ്പോ ശ്രദ്ധിച്ചു തുടങ്ങി. മുമ്പ് ഈ തോട്ടത്തിന്റെ ഉടമസ്ഥൻ ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു. പ്രേതാത്മാവിന്റെ പേരിൽ വല്ല ഗൂഢസംഘവും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയത്തിൽ അദ്ദേഹം പോലീസ് പാർട്ടിയെ കൊണ്ട് ആ പ്രദേശം ആകെ തെരച്ചിൽ നടത്തിച്ചു. പക്ഷെ ദൊരയുടെ നിഗമനങ്ങളെല്ലാം തെറ്റിപ്പോയി. തകർന്നടിഞ്ഞ ഒരു പള്ളിയും ഒരു ശവപ്പറമ്പും അവിടെ ഉണ്ടെന്നുള്ളതല്ലാതെ ഗൂഢസംഘത്തിന് പ്രവർത്തിക്കാനുള്ള സാഹചര്യമൊന്നുമില്ല എന്നായിരുന്നു പോലീസിന്റെ റിപ്പോർട്ട്. വേറെ ആരെങ്കിലും ഈ പള്ളിയെ പറ്റി അന്വേഷണം നടത്തിയിട്ടുണ്ടോ? അച്ഛന്റെ അടുത്ത ചോദ്യം. ഉണ്ട്. സേവ്യർ തന്റെ ഓർമ്മയിൽ നിന്ന് ഒരു സംഭവം പുറത്തെടുത്തു. 5 വർഷം മുമ്പാണത് സംഭവിച്ചത്. നമ്മുടെ അടുത്തുള്ള തേർമല എസ്റ്റേറ്റിൽ ഡാർവിൻ എന്നു പേരുള്ള ഒരു സായിപ്പ് അതിഥിയായി വന്ന് താമസിച്ചു. അയാൾ പുരാവസ്തു ഗവേഷകനായിരുന്നു. പുരാതനമായ കോട്ടകളും ഗുഹകളും കെട്ടിടങ്ങളും സന്ദർശിച്ച് പഠനം നടത്തുവാനായി എന്തു ത്യാഗവും സഹിക്കാൻ സന്നദ്ധനായിരുന്നു അയാൾ. ഒരിക്കൽ മുത്തൻപാറയ്ക്കടുത്തുള്ള യക്ഷിമലയെ പറ്റിയും അവിടെയുള്ള പ്രാചീന ദേവാലയത്തെ പറ്റിയും അയാൾ അറിയുവാനിടയായി. അപ്പൊ തന്നെ അയാൾ തോട്ടത്തിലെ ഒരു കൂലിക്കാരനെയും കൂട്ടിക്കൊണ്ട് നേരെ യക്ഷിമലയിലേക്ക് തിരിച്ചു. അപ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു. മലയുടെ താഴ്വാരത്തിലെത്തുമ്പോ നേരം മങ്ങി തുടങ്ങിയിരുന്നു. ഭയാക്രാന്തനായ കൂലിക്കാരൻ ഇനി തിരിച്ചു പോകാമെന്നും നാളെ രാവിലെ വന്ന് അന്വേഷിക്കുന്നതാണ് നല്ലതെന്നും മറ്റും പറഞ്ഞു നോക്കി. അന്വേഷണ തൽപരനായ സായിപ്പുണ്ടോ? സമ്മതിക്കുന്നു. കൂലിക്കാരന്റെ നിർബന്ധം വർദ്ധിച്ചപ്പോ ക്രുദ്ധനായ ദ്വാര അയാളോട് തിരിച്ചു പോയിക്കൊള്ളാൻ പറഞ്ഞു. ഒട്ടും വൈകാതെ കൂലിക്കാരൻ ജീവനും കൊണ്ട് ഓടി. ധൈര്യശാലിയായ സായിപ്പ് മുന്നോട്ട് ഗമിച്ചു. അയാളുടെ കൈവശം ഒരു ബാഗ് ഉണ്ടായിരുന്നു, എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു ക്യാമറയും. ആ രാത്രിയിൽ സായിപ്പ് തോട്ടത്തിൽ തിരിച്ചെത്തിയില്ല. തോട്ടത്തിന്റെ ഉടമസ്ഥൻ പിറ്റേ ദിവസം അതിരാവിലെ ഒട്ടേറെ ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന് തെരച്ചിൽ നടത്തി. ഗവേഷകൻ വലിച്ച സിഗരറ്റിന്റെ കുറ്റികൾ മാത്രം പള്ളിയുടെ പരിസരത്ത് നിന്ന് കിട്ടി. പള്ളിയുടെ ഉള്ളിലും പരിസരത്തുമെല്ലാം അന്വേഷണം നടത്തിയെങ്കിലും അവിടെ എങ്ങും ദൊരയെ കാണാൻ കഴിഞ്ഞില്ല. ഇന്ന് വരെ അയാളെ പറ്റി ഒരു വിവരവും ലഭിച്ചിട്ടുമില്ല. അച്ഛൻ ദീർഘമായെന്ന് നിശ്വസിച്ച ശേഷം പറഞ്ഞു, മൈ ഗോഡ്, ഇതൊക്കെ വിശ്വസിക്കാൻ പോലും പ്രയാസം. വിശ്വസിച്ച മതിയാകൂ ഫാദർ. ഇതുപോലെ ഈ പ്രദേശത്ത് ദുർമരണങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായിട്ടുണ്ട്. അറിവിൽപ്പെട്ടിടത്തോളം കാര്യങ്ങൾ ഞാൻ എന്റെ ഡയറിയിൽ കുറിച്ചിട്ടുണ്ട്. അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവം ഞാൻ പറയാം. പറയൂ, കേൾക്കട്ടെ. ഡോക്ടർ ആ സംഭവം വിവരിച്ചു തുടങ്ങി. നമ്മുടെ എസ്റ്റേറ്റിന്റെ വടക്കേ മലഞ്ചെരിവിൽ താമസിക്കുന്ന ഒരു കർഷകനുണ്ട്. അയാളുടെ കന്നുകാലികളെ മേയ്ക്കുന്ന ജോലിക്കാരനായിരുന്നു മുരുകൻ എന്ന 15 വയസ്സുകാരൻ. തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആ ബാലൻ നല്ല ശരീരപുഷ്ടിയുള്ളവനായിരുന്നു. അവൻ രാവിലെ ഭക്ഷണപ്പൊതിയുമായി കന്നുകാലികളെ തെളിച്ചുകൊണ്ട് പോകും. വൈകുന്നേരം തിരിച്ചെത്തും. മിക്ക ദിവസവും അവൻ യക്ഷിമലയിലെ പുൽമേടുകളിലാണ് കന്നുകാലികളെ മേയിച്ചിരുന്നത്. ഒരു ദിവസം കാടിനുള്ളിൽ കടന്നുപോയ പശുക്കളെ പലയിടത്തു നിന്നായി തെളിച്ചുകൊണ്ട് വന്നപ്പോ നേരം വളരെ വൈകി കഴിഞ്ഞിരുന്നു. നേരെ ഇരുട്ടി കഴിഞ്ഞിട്ടും മുരുകനെ കാണാതെ വിഷമിച്ച കർഷകൻ അവനെ അന്വേഷിച്ചു പുറപ്പെട്ടു. അപ്പോൾ കന്നുകാലികൾ വല്ലാത്തൊരു ശബ്ദത്തിൽ ഉച്ചത്തിൽ അമറിക്കൊണ്ട് താഴ്വാരത്തിലൂടെ പാഞ്ഞു വരുന്ന കാഴ്ചയാണ് അയാൾ കണ്ടത്. കൂട്ടത്തിൽ മുരുകൻ ഉണ്ടായിരുന്നില്ല. കർഷകൻ ഉടൻ തന്നെ 4-5 പേരെ കൂട്ടിക്കൊണ്ട് റാന്തൽ വിളക്കും പന്തവും ഏന്തി മല കയറി പള്ളിയുടെ സമീപത്തെത്തി. മുരുകനെ പല പ്രാവശ്യം വിളിച്ചിട്ടും മറുപടി ഉണ്ടായില്ല. ഒടുവിൽ അവർ പള്ളിയുടെ മറുഭാഗത്ത് ചെന്നപ്പോ തൂവെള്ള വസ്ത്രം ധരിച്ച ഒരു യുവതി മുരുകനെ ഇറുകി പുണർന്ന് തറയിൽ കിടക്കുന്നതാണ് കണ്ടത്. നവാഗതരെ കണ്ട മാത്രയിൽ യുവതി അതിവേഗം എണീറ്റ് തീ പാർന്ന കണ്ണുകളോടെ അവരെ ഒന്ന് നോക്കിയ ശേഷം വായുവിൽ നീന്തി നീന്തി പോകും പോലെ പള്ളിയുടെ ഉള്ളിലേക്ക് മറഞ്ഞു കളഞ്ഞു. തുടർന്ന് ആ പള്ളിയുടെ പരിസരത്തെല്ലാം ശക്തിയേറിയ ചുഴലിക്കാറ്റ് വീശി തുടങ്ങി. ആ കാറ്റ് താഴ്വരയുടെ തെക്ക് ഭാഗത്തേക്ക് വൃക്ഷശിഖരങ്ങളെ ഞെരിച്ചൊടിച്ചുകൊണ്ട് കടന്നുപോയി. അപ്പോൾ കാടിനുള്ളിലുള്ള കുറുക്കന്മാർ ഒന്നാകെ അത്യുച്ചത്തിൽ ഓലിയിടുന്നുണ്ടായിരുന്നു. കർഷകനും കൂട്ടത്തിൽ വന്നവരും ഓടിച്ചെന്ന് മുരുകനെ പിടിച്ചുയർത്താൻ ശ്രമിച്ചു. അവൻ മരിച്ച് വിറങ്ങലിച്ചു കിടക്കുകയായിരുന്നു. ശരീരം തണുത്തു മരവിച്ചിരുന്നു. ഇത്രയും കേട്ടപ്പോൾ ഫാദർ വില്യം പറഞ്ഞു, ഡോക്ടർ, ഇനി അമാന്തിച്ചുകൂടാ. നമുക്ക് എത്രയും വേഗം എന്ത് ത്യാഗം സഹിച്ചും ആ പിശാചിനെ നശിപ്പിക്കണം. എങ്കിൽ അതൊരു പുണ്യ പ്രവൃത്തിയായിരിക്കും. ഇക്കാര്യത്തിൽ തിടുക്കം പാടില്ല സുഹൃത്തെ. മനുഷ്യർക്കില്ലാത്ത പല ശക്തിവിശേഷങ്ങളും പ്രേതാത്മാക്കൾക്കുണ്ട്.
ബുദ്ധിയും ശക്തിയും ഒരുപോലെ പ്രവർത്തിച്ചില്ലെങ്കിൽ ദോഷമായിരിക്കും ഫലം. കുറെ നാൾ കൂടി കാത്തിരുന്ന മതിയാകും. ആദ്യമായി അവളുടെ താവളം കണ്ടുപിടിക്കണം. ഏറ്റവും ദുഷ്കരമായ കാര്യവും അത് തന്നെ. എന്റെ ഊഹം ശരിയാണെങ്കിൽ പള്ളിയുടെ ശ്മശാനത്തിനുള്ള ഏതെങ്കിലും ഒരു ഖബറായിരിക്കണം അവളുടെ വാസസ്ഥാനം. അതല്ലെങ്കിൽ അവിടെയുള്ള ഗുഹകളിലൊന്ന്. ഇതുകൂടാതെ മറ്റു പല വിവരങ്ങളും ശേഖരിക്കേണ്ടതുണ്ട്. ഈ പ്രദേശത്തെ ഏറ്റവും പ്രായം കൂടിയ ഒരു വൃദ്ധനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, ഇരുവർഗക്കാരുടെ മൂപ്പൻ. ആ മനുഷ്യനെ ഞാൻ നാളെ ഒന്നുകൂടി കാണുന്നുണ്ട്. ഞാനും കൂട്ടത്തിൽ വരുന്നതിൽ വിരോധമുണ്ടോ? അച്ഛൻ ചോദിച്ചു. സന്തോഷമേ ഉള്ളൂ. അച്ഛൻ മാത്രമല്ല, ജെയിംസ് വരട്ടെ. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. നന്ദി. വീണ്ടും കാണാം.